നമസ്കാർ. ഹായ്, അതാരത്? അപ്പോ ഒത്തിരി സന്തോഷമുണ്ട്. കഴിഞ്ഞ ആഴ്ചയിലല്ലേ നമ്മൾ ഈ ചാപ്റ്റർ തുടങ്ങിയതെന്ന് എന്റെ ഓർമ്മ. അപ്പൊ അത് കഴിഞ്ഞ അപ്പൊ അത് ഈ ചാപ്റ്റർ സാധാരണ ഒരു ബിഗ് ബുക്ക് സ്റ്റഡി ആയിട്ട് വളരെ കുറച്ച് മാത്രമാണ് എവിടെയെങ്കിലൊക്കെ നടത്തിയിട്ടുണ്ട്. ഞാൻ തന്നെ ബിഗ് ബുക്ക് സ്റ്റഡിയിൽ നടത്തിയിട്ടില്ല. വിഷയം വെച്ച് നമ്മൾ ഇത് ഭാര്യമാരോട് നമുക്ക് വിഷയത്തെ കുറിച്ച് നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. പക്ഷേ ഒരു ശ്രമമാണ്. അപ്പൊ അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ചിലപ്പോൾ ഒന്നും പോരായ്മകളൊക്കെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്നോട് സഹകരിക്കുക. അപ്പൊ ഈ ഭാര്യമാരോട് എന്നുള്ള ചാപ്റ്റർ നമ്മുടെ ബിഗ് ബുക്ക് ആദ്യത്തെ പതിപ്പ് ഇറങ്ങുമ്പോൾ ഒന്ന് അല്ലനോണെന്നുള്ളൊരു സംഘടന തന്നെ ഇല്ല. അതുകൊണ്ടാണ് ഈ തുടക്കത്തിൽ തന്നെ പറയുന്നത്, ആദ്യത്തെ പാരഗ്രാഫ് ചില അപവാദങ്ങൾ ഒഴിച്ചെഴുത്തിയാൽ ഞങ്ങളുടെ പുസ്തകം ഇതുവരെ പുരുഷന്മാരെ കുറിച്ചാണ് പ്രയോഗിച്ചത്. പക്ഷെ ഞങ്ങൾ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട് അതൊക്കെ സ്ത്രീകൾക്കും ബാധകമാണ്. മനസ്സിലായി? അപ്പൊ അതുകൊണ്ട് ഭാര്യമാരെ ഉദ്ദേശിക്കുന്നുണ്ട്. അതുപോലെ തന്നെ സ്ത്രീകളായിട്ടുള്ള ആൽക്കഹോളിക്സും അവരുടെ ഭർത്താക്കന്മാര്, ഒരുപക്ഷെ അവരുടെ ഭർത്താക്കന്മാര് മദ്യപിക്കുന്നവരായിരിക്കണമെന്നില്ല. അപ്പൊ ഇന്ന് നിങ്ങൾ പലരും UK, കാനഡ, അല്ലെങ്കിൽ ഓസ്ട്രേലിയ, ന്യൂസിലൻഡിലൊക്കെ വർക്ക് ചെയ്യുന്നവർ പലരും ഇതിനകത്തുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഇന്നിപ്പോ അങ്ങനെയുള്ള യൂറോപ്യൻ രാജ്യങ്ങളിലും അങ്ങനെയുള്ള ഓരോ രാജ്യങ്ങൾ, യൂറോപ്പ് മാത്രമല്ല USA, കാനഡ ഒക്കെയുള്ള രാജ്യങ്ങളിലൊക്കെ ഏതാണ്ടൊരു ഇന്നത്തെ ആൽക്കഹോളിക്സ് അനോണിമസിലുള്ള അംഗസംഖ്യയിൽ ഏകദേശം ഒരു 50-50 സ്ത്രീ പുരുഷന്മാരുടെ ഒരു റേഷ്യയിൽ വന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇപ്പൊ നമ്മൾക്ക് സൂമിലൊക്കെ മീറ്റിംഗിൽ കയറി കഴിഞ്ഞാൽ അവിടെ കൂടുതലും ഒരു പക്ഷേ സ്ത്രീകളെയാണ് കാണുന്നത്. അപ്പൊ ഇവിടെ അതിനകത്തൊരു ഫസ്റ്റ് രണ്ടാമത്തെ പാരഗ്രാഫിൽ പറയുന്നുണ്ട്, നമ്മളുടെ റിക്കവറിയിൽ വന്ന റിക്കവറിയിൽ മീറ്റിംഗിൽ കൂടിയ സ്വീകരിച്ച പുരുഷന്മാരുടെ ഭാര്യമാർ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന സ്ത്രീകളോട് സംസാരിക്കണമെന്നൊരു നമ്മളുടെ ബുക്കിൽ ഒരു സജഷൻ കൊടുത്തിട്ടുണ്ട്. കാരണം ഒരു മദ്യപാനിയോട് സംസാരിച്ചപ്പോഴാണ് നമ്മുടെ പ്രോഗ്രാം ഉണ്ടായത് എന്നതുപോലെ തന്നെ മദ്യപാനിയുടെ ഭാര്യ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു മദ്യപാനിയുടെ ഭാര്യയുമായിട്ട് സംസാരിച്ചു കഴിഞ്ഞാൽ ആ റിക്കവറി പ്രോസസ്സ് വളരെ നന്നായിട്ട് പോകും. അതുകൊണ്ട് നമുക്ക് 105-ാമത്തെ പേജിലൊക്കെ പറയുന്ന നല്ല വാക്കുകളാണ്. ഇംഗ്ലീഷിലും വായിച്ച കുറച്ചുകൂടെ നല്ല വാക്കുകളാണ്. പാറക്കല്ലുകൾ നിറഞ്ഞ് നടപ്പാതിലൂടെ ഞങ്ങൾ സഞ്ചരിച്ചിട്ടുണ്ട്. അതിൽ വലിയ വിഷമൊന്നുമില്ല. അഭിമാനക്ഷതങ്ങളും ആശാഭങ്ങളും സ്വയം സദാവും തെറ്റിദ്ധാരണയും ദീർഘമായ സഹവാസം നടത്തിയിട്ടുള്ളവരാണ് ഞങ്ങൾ. സ്ത്രീകളായിട്ടുള്ളവരുടെ ആ ജീവിതത്തിൽ നമുക്ക് എല്ലാവർക്കും അറിയാം, നല്ലൊരു മദ്യപാനിയായിട്ടുള്ള ജീവിതം ഒരു സുഖകരമായിട്ടുള്ള രീതിയിലൊന്നും ആയിരിക്കത്തില്ല. അപ്പൊ നമ്മൾ കഴിഞ്ഞ ആഴ്ച വായിച്ചു നിർത്തിയത് 106-ാമത്തെ പേജിലാണ്. 106-ാമത്തെ പേജിൽ സാമ്പത്തിക ഭദ്രത ഒരിക്കലും ഉണ്ടായിരുന്നില്ല എന്നുവരെയുള്ള ആ പാരഗ്രാഫ് വരെയാണ് നമ്മൾ വായിച്ചിരുന്നത്. അപ്പൊ അവിടുന്ന് തന്നെ നമുക്ക് തോന്നുന്നു. അപ്പോ ഏതായാലും ഒരു മദ്യപാനിയുടെയും ഇന്ന് വരെ അങ്ങനെ ഒരു റെക്കോർഡേ ഇല്ല ചരിത്രത്തില്. ഒരു അമിത മദ്യപാനാസക്ത രോഗിയായ ഒരവസ്ഥയിലുള്ള ഒരാളുടെയും വീട്ടില് നല്ലൊരു രീതിയിലുള്ള ഒരു പോക്ക് ഒരിക്കലും ഉണ്ടായിട്ടില്ല. എത്രയൊക്കെ ഇതിന് മുമ്പിൽ നമ്മൾ വായിച്ചിട്ടുണ്ട്. പലപ്പോഴും നമ്മുടെ ഭാര്യമാര് തന്നെ ഇതെല്ലാം മറച്ചു വെക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. നമ്മളും മറച്ചു വെക്കാൻ ശ്രമിച്ചതുപോലെ തന്നെ അവർക്കും സാധിച്ചില്ല, നമുക്കും സാധിച്ചില്ല. അതിനകത്ത് യാതൊരു സംശയമില്ലാത്ത കാര്യമാണ്. പലപ്പോഴും ഒരു പരിധി വരെ ഭാര്യമാര് വിചാരിക്കുന്നത് ആരോടും പറയാൻ എങ്ങനെ പറയാ, എന്റെ ചേട്ടായി ഭയങ്കരമായിട്ട് മദ്യപിച്ച് നാശം ഇതൊക്കെയാണെന്നൊക്കെ സ്വന്തം വീട്ടിൽ ചെന്ന് പറയാനും ആങ്ങളമാരോട് പറയാനും, കാരണം അവർക്കൊക്കെ വേദന ഉണ്ടാവില്ല എന്നുള്ള രീതിയിൽ അത്രയ്ക്ക് മാത്രം ഒന്ന് ആലോചിച്ച് നോക്കുക. ആ ഒരു വേദനാജനകമായിട്ടുള്ള അനുഭവം നമുക്കിപ്പോ അതൊക്കെ ചിന്തിക്കുമ്പോൾ ഇവിടെയാണ് നമുക്ക് എപ്പോഴും നമ്മളോട് പറഞ്ഞില്ല കൃതജ്ഞതയുള്ളവനായിരിക്കും എന്ന് പറയുന്നത്. മദ്യത്തിന്റെ മുമ്പിൽ ശക്തിഹീനനാണെന്ന് ഞാൻ തുറന്നു സമ്മതിച്ചു. എന്റെ ജീവിതം അനിയന്ത്രിതമായി പോയി എന്ന് ഞാൻ എന്ന് തീരുമാനിക്കുന്നു അന്ന് മുതൽ തന്നെ ഒരു കൃതജ്ഞതയുടെ വിത്ത് നമ്മുടെ ഉള്ളിൽ ഉണ്ടാവണം. അതൊരിക്കലും അതിൽ നിന്ന് വളർന്നു വന്ന ഒരു ചെടിയോ വൃക്ഷമായിട്ട് അതിനെ കണക്കാക്കുകയാണെങ്കിൽ അതിനൊരിക്കലും വാടാതെ നമ്മൾ കാത്തു സൂക്ഷിക്കണം. അതിനാണ് ഈ ജീവിതകാലം മുഴുവൻ നമുക്ക് ഈ പ്രോഗ്രാമിൽ നിൽക്കേണ്ടി വരുന്നത്. അതല്ലെങ്കിൽ എന്ന് ഞാൻ എന്റെ ഉള്ളിൽ നിന്ന് കൃതജ്ഞതയുടെ ഭാവം പോകുന്നുവോ അന്ന് മുതൽ എന്റെ പതനത്തിലേക്കുള്ള എന്റെ വീഴ്ച, ഞാൻ കയറി വന്ന ആ പടികളിൽ നിന്ന് കീഴ്പോട്ട് ഇറങ്ങി വീണ്ടും ആ കുഴിയിൽ ചെന്ന്
എത്തുന്ന ഒരവസ്ഥയുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇതൊക്കെ നമ്മൾ ഈ ഒരുപാട് കൃതജ്ഞതാ ഭാവത്തോടുകൂടി നമുക്ക് അവരോട് എല്ലാവരും നമ്മുടെ മാതാപിതാക്കളോട് തോന്നുന്ന പോലെ തന്നെ ഭാര്യമാർക്ക് അതുപോലെ തന്നെ ഭർത്താവിനോടും ഉണ്ടാവണം. രണ്ട് വഴിയിലും. അപ്പൊ അത് മുമ്പോട്ട് കൂടുതൽ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കി തരും ഈ ചാപ്റ്റർ എന്നാണ് ഞാൻ പഠിച്ചിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് സാമ്പത്തിക ഭദ്രത ഒരിക്കലും ഉണ്ടായിരുന്നില്ല. ഉദ്യോഗങ്ങൾ മോശപ്പെട്ട അവസ്ഥയിൽ അല്ലെങ്കിൽ നഷ്ടപ്പെട്ട അവസ്ഥയിലായിരുന്നു. ഒരു പട്ടാള പാറുണ്ടായിരുന്നെങ്കിൽ പോലും ശമ്പളം അടങ്ങുന്ന പൊതി വീട്ടിലെത്തുന്ന സ്ഥിതിയില്ലായിരുന്നു. മകരമഞ്ഞ് പോലെ കണക്കുകൾ ഉരുകി തീർന്നു. ഇത് വളരെ എന്നെയൊക്കെ സംബന്ധിച്ചോളം വളരെ കൺവിൻസിങ് ആയിട്ടുള്ള ഒരു പരക. കാരണം സെൻട്രൽ ഗവൺമെന്റ് സർവീസിലായിരുന്നു. അപ്പൊ ആ ഒരു സമയത്ത് നമ്മുടെ വീട്ടിലേക്ക് ഒരിക്കൽ പോലും ശമ്പളത്തിന്റെ എല്ലാവർക്കും അന്ന് ഞാനൊക്കെ ഈ ബാങ്ക് അക്കൗണ്ടിലേക്കൊന്നും വരുന്നില്ല. നമുക്ക് കാഷ്യറുടെ അടുത്ത് പോയി ക്യൂ നിന്ന് കളക്ട് ചെയ്യണം. അത് ഓഫീസേഴ്സിന് മാത്രമാണ് അവർക്കുടെ വീട്ടിലെ അവരുടെ എന്താ പറയുന്ന ടേബിളിലേക്ക് ഒരു പ്യൂൺ കൊണ്ടുവന്ന് കവറിൽ ഇട്ടിട്ട് കൊണ്ട് കൊടുക്കത്തുള്ളൂ. ബാക്കിയെല്ലാം നമ്മളൊന്നും ഓഫീസേഴ്സ് അല്ല, നമുക്ക് നമ്മൾ ക്ലറിക്കൽ പോസ്റ്റിൽ നിൽക്കുന്നുള്ളൂ തുടക്കത്തിലൊക്കെ. അപ്പൊ നമ്മുടെ എൻ്റെ കയ്യിലേക്ക് ഒരിക്കൽ പോലെ വന്ന ശമ്പളം പിന്നീട് ആദ്യകാലങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ പിന്നീട് ഒരിക്കലും ആ മുഴുവൻ പൈസയും നമ്മൾ വീട്ടിലെത്തിയിട്ടില്ല. ആ ഒരു ഇതുകൊണ്ട് വളരെ കൃത്യമായിട്ട് അതിനെക്കുറിച്ചൊക്കെ ഉള്ളൊരു അനുഭവം എനിക്ക് എൻ്റെ അനുഭവത്തിലുണ്ട്. ഒരു കണക്കുമില്ലാതെ കാരണം മകരമഞ്ഞ് പോലെ കണക്കുകൾ ഉരുകി തീർന്നു. ചെക്കിംഗ് അക്കൗണ്ട് മെൽറ്റഡ് ലൈക്ക് സ്നോ ഇൻ ജൂൺ മാസത്തില്, ഏതായാലും അമേരിക്കയിലെ ജൂൺ മാസത്തിൽ ചൂടായിരിക്കുന്നു വിശ്വസിക്കുന്നു. അപ്പൊ ഇപ്പൊ ജൂണ് കഴിഞ്ഞല്ലേ ഉള്ളു. അപ്പൊ എനിക്ക് തോന്നുന്നു അമേരിക്ക കാനഡയൊക്കെ ചൂടുള്ള കാലമായിരിക്കും. അപ്പൊ ആ ഒരു മഞ്ഞുരുകുന്ന പോലെ ഒരു കണക്കുമില്ല. എത്ര കിട്ടി, എത്ര രൂപയ്ക്ക് അരി മേടിക്കണം, സാധനങ്ങൾ മേടിക്കണം, പിള്ളേരുടെ ഫീസ് അടയ്ക്കണം, പാല് മേടിച്ചു കൊടുക്കണം. ഒന്നുമില്ല, ബാലൻസ് ഒന്നുമില്ല. അന്നത്തെ ദിവസം പിന്നെ അടിച്ചു വീട്ടിൽ വരുമ്പോ ഭാര്യ പേഴ്സ് നോക്കുമ്പോ ഒന്നുമില്ല. രാവിലെ ഭാര്യ ഒക്കെ എങ്ങനെ ചെയ്യും, അത് ശരിയാക്കാം. പിന്നെ നമ്മൾ വീണ്ടും ഈ അതിപ്പോ ഇനിയിപ്പോ നമ്മൾ ആഴ്ചയിൽ ശമ്പളം കിട്ടുന്നവരായിക്കോട്ടെ, കൂലിപ്പണിക്കാരനായിക്കോട്ടെ, എന്തെങ്കിലും ബിസിനസ് ചെയ്യുന്നവരായിക്കോട്ടെ, എൻ്റെ ആ ഒരു പലപ്പോഴും നമ്മുടെ കീശകൾ കാലിയായിരിക്കും. നമുക്ക് മദ്യത്തിന് പണം ഉണ്ടാവും. അപ്പൊ ഇതുപോലെയാണ് നമ്മുടെ കണക്കുകൾ. ഇനി മുമ്പോട്ട് പോവുകയാണെങ്കിൽ ചിലപ്പോഴൊക്കെ ഭാര്യയല്ലാത്ത മറ്റ് സ്ത്രീകളുമായുള്ള ബന്ധങ്ങൾ ഉണ്ടാവാം. ഈ കണ്ടെത്തൽ എത്രയോ ഹൃദയഭേദകമാണ്. ഇതൊരു വളരെ എഗെയിൻ നമ്മൾ ടോർച്ചർ ചെയ്യുന്ന ഒരവസ്ഥ. നമ്മൾ ഭാര്യമാരെ നമ്മൾ ടോർച്ചർ ചെയ്യുന്ന അവസ്ഥ മിക്കവാറും ഒരു ഞാൻ എൻ്റെ അനുഭവത്തിൽ എനിക്കുണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്ക് പറയുന്നതിന് ബുദ്ധിമുട്ടൊന്നുമില്ല, മനസ്സിലായില്ലേ? അപ്പൊ ആ ഒരു അതും പുള്ളിക്കാരത്തിക്ക് അറിയാവുന്ന നല്ല ബോധവും ഉണ്ടായിരുന്നു, മനസ്സിലായില്ലേ? പുള്ളിക്കാരത്തി ഞങ്ങള് സ്കൂട്ടറിൽ കയറി പോകുന്ന കണ്ടിട്ടുണ്ട്. അങ്ങനെ പല കാര്യങ്ങളും. അത് ഇത്ര ഹൃദയഭേദകമായിട്ടൊരു കാഴ്ചയായിരിക്കും. ഒരു ഭാര്യ ഭർത്താവിന്റെ കൂട്ടത്തിൽ വേറൊരു പെൺകുട്ടി കയറി ഇരുന്നിട്ട് കെട്ടിപ്പിടിച്ച് തോളത്ത് കൈ വെച്ചുകൊണ്ടിരുന്ന സ്കൂട്ടറിൽ കയറി പോകുന്ന കാണാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉള്ളൊരു അവസ്ഥ ആലോചിച്ചാൽ മതി. അപ്പൊ ഞങ്ങൾ എത്ര ശ്രമിച്ചിട്ടും മനസ്സിലാക്കാൻ സാധിക്കാത്ത ഞങ്ങളുടെ പുരുഷന്മാരെ ഞങ്ങളെക്കാൾ കൂടുതലായി മനസ്സിലാക്കുമെന്ന് കേൾക്കേണ്ടി വരുന്നത് എത്ര ക്രൂരമാണ്. ഏതെങ്കിലും കാരണവശാൽ ഒരു ഡിസ്കഷനിൽ എന്തെങ്കിലും വർത്താനം പറഞ്ഞു വരുമ്പോൾ ഒരു നോർമൽ കണ്ടീഷനിലോ അല്ലെങ്കിൽ ഏതൊരു ഭാര്യ എപ്പോഴെങ്കിലും പൊട്ടിത്തെറിക്കും, ഇങ്ങനെയൊക്കെ നടക്കുന്നതാണ് നിങ്ങള് ആളെ കൊണ്ട് നടക്കലെന്ന് പറയുന്നത്. അപ്പൊ എന്താണ് പറയുന്നത്? സാധാരണ ഇതിൽ ഭർത്താക്കന്മാര് എന്താ പറയാ, നിനക്കൊന്നും എന്നെ മനസ്സിലായിട്ടില്ല, അവൾക്ക് എന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്, അവൾക്ക് എന്റെ വിചാരങ്ങളെയും വികാരങ്ങളെയും എന്റെ മനസ്സിന്റെ അവസ്ഥയെല്ലാം മനസ്സിലാകും, നിനക്ക് അതിന് സാധിച്ചില്ല, ഞാൻ അതുകൊണ്ട് അവളുമായിട്ട് പറഞ്ഞിട്ടുണ്ട്. എന്റെ ഭാവനയിലുള്ള ഭാര്യ പെൺകുട്ടി അവളായിരുന്നു, നിനക്കൊന്ന് എന്റെ ജീവിതത്തിൽ നിന്ന് ഒഴിവായി തരാമോ? ഇതൊക്കെയാണ് പലപ്പോഴും പല സ്ത്രീകൾ ആത്മഹത്യയിലേക്കും കുഞ്ഞുങ്ങളെയും കൊണ്ടൊക്കെ എടുത്ത് കിണറ്റിലൊക്കെ ചാടിയ സംഭവങ്ങളൊക്കെ ഇപ്പൊ നമ്മുടെ നാട്ടിൽ ഈ അടുത്ത കാലത്തൊക്കെ ധാരാളം ഉണ്ടായിട്ടുണ്ട്. അതിന്റെയൊക്കെ പിന്നിൽ ഈ മദ്യവും അതിനോടനുബന്ധിച്ചിട്ടുള്ള ഈ അബദ്ധസഞ്ചാരങ്ങളുമാണ്. അതിൽ കൂടി ബലിയാവുന്ന ആരാണ്? ഒരു പെൺകുട്ടി, കുഞ്ഞുങ്ങള്, പറക്കമറ്റാത്ത കുഞ്ഞുങ്ങൾ, ഒന്നും രണ്ടും കുട്ടികളൊക്കെ ആയിട്ട് എടുത്ത് ചാടിയിട്ട് ചിലപ്പോ ആ കുഞ്ഞുങ്ങൾ മരിച്ചു പോകുന്ന ആ സ്ത്രീ പിന്നീട് രക്ഷപ്പെടുന്നു എന്നുള്ളത് പറയുമ്പം അതിനേക്കാൾ എന്ത് വേദനയായിരിക്കും ഓർക്കണം. മദ്യം, ആൽക്കഹോൾ,
നമ്മളുടെ ഏറ്റവും നല്ല സുഹൃത്ത് എന്ന് നമ്മൾ കരുതി ജീവിച്ച ആ ഒരവസ്ഥ ഒന്ന് ആലോചിച്ചു. ഏതായാലും എന്റെ ജീവിതമൊക്കെ ഏയിൽ വന്നുകൊണ്ടാണ് ഇതിനൊക്കെ ഒരു മനുഷ്യനെ പോലെ ജീവിക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് നിങ്ങളോടൊക്കെ എനിക്ക് ഒത്തിരി നന്ദിയുണ്ട്. എത്ര ക്രൂരമാണെന്നുള്ള വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. How cruel to be told they understood our men as we did not. ഞങ്ങൾ മനസ്സിലാക്കുന്ന തരത്തിലല്ലാതെ ആ സ്ത്രീകളെ പെൺകുട്ടികള് എന്റെ ഭർത്താവിനെ മനസ്സിലാക്കുന്നു എന്ന് പറയുന്നത് ഭർത്താവിന്റെ മുഖത്തുനിന്ന് കേൾക്കുമ്പോ ഉള്ള വേദന എത്ര വലിയ വേദനയാണെന്ന് ആലോചിച്ച് നോക്കുക. അങ്ങനെയുള്ള ഒരു സാഹചര്യം ഉള്ളവരാണെങ്കിൽ അത് മനസ്സിലാക്കും. അങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എനിവേ, ബിൽ കളക്ടർമാരും പ്രാദേശിക ഭരണാധികാരികളും കോപിഷ്ഠരായ ടാക്സി ഡ്രൈവർമാരും പോലീസുകാരും കുടിയന്മാരും കൂട്ടുകാരും എന്തിനേറെ അവർ ചിലപ്പോഴൊക്കെ വീട്ടിലേക്ക് കൊണ്ടുവരുന്ന പെണ്ണുങ്ങളെയൊക്കെ ഞങ്ങൾ സൽക്കരിക്കേണ്ടവരാണ്. അഗൈൻ ഒരു ഷോക്കോടെ സ്വയം ആലോചിക്കുക, നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? അതാണ് ബിൽ കളക്ടർമാർ എന്ന് പറഞ്ഞാൽ ബാങ്കിൽ നമ്മൾ കാശ് കൊടുക്കാനുള്ള കാശ് വീട്ടിലൊന്നും മേടിക്കാനുള്ള ഈ കാലത്തൊക്കെ ആണെങ്കിൽ അപ്പൊ അത് ഇല്ല, ക്രെഡിറ്റ് കാർഡിന്റെ ഒക്കെ ആൾക്കാർ അന്വേഷിച്ച് വീട്ടിൽ വരിക. അതുപോലെ തന്നെ പ്രാദേശിക ഭരണാധികാരികൾ, ഷെരീഫ് അമേരിക്കയിലൊക്കെ ഇംഗ്ലണ്ടിലും ഞാൻ പോലീസുകാരെ ഷെരീഫ് എന്നാണ് വിളിക്കുന്നത്. ഷെരീഫ് പോലീസുകാര് നമ്മൾ അന്വേഷിച്ച് വരുന്നത്. കോപിഷ്ഠരായ ടാക്സി ഡ്രൈവർമാർ പലപ്പോഴും എന്താണ്, ടാക്സിയിൽ വന്ന് ഇറങ്ങിയിട്ട് ആണ് നമ്മൾ പറയുന്നത് നാളെ കൂടെ വന്നു വെച്ചാൽ അത് ഇവിടെ വരുമ്പോൾ എന്റെ നമ്മൾ വെള്ളം അടിച്ച് വിറ്റയക്കുകയാണെങ്കിൽ അയാളും എന്ത് ചെയ്യാൻ പിറ്റേ ദിവസം അയാൾ കാശ് മേടിക്കാനിട്ട് അതേ വീട്ടിൽ വരുമ്പോഴാണ് നമ്മൾ ഓർക്കുന്ന പോലെ ഉണ്ടാവില്ല. അങ്ങനെയുള്ള അപ്പൊ കോപിഷ്ഠരായ നമ്മൾ ചോദിക്കുകയാണ് നിങ്ങൾ ആരാന്ന്, നമ്മൾ കാശ് കൊടുക്കും. ഇന്നലെ രാത്രിയിൽ എന്നെ ഡ്രോപ്പ് ചെയ്ത ടാക്സിക്കാരനോട് ചോദിക്കുകയാണ് നിങ്ങൾ ആരാണ്, എനിക്ക് മനസ്സിലായെന്ന് പറഞ്ഞാൽ അയാൾ ദേഷ്യപ്പെടും അല്ലെ. അല്ലെങ്കിൽ പല പ്രാവശ്യമായിട്ട് കൊടുക്കാനുള്ള മാസത്തിൽ ഒന്നിച്ചു തരാന്ന് പറഞ്ഞിട്ട് ടാക്സിക്കാരെ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെയൊക്കെയുള്ള ഏത് തരത്തിൽ നമുക്ക് മനസ്സിലാക്കാം. ടാക്സിക്കാരോ ഓട്ടോക്കാരോ അതുപോലെ പോലീസുകാർ, ചെറിയ എന്തെങ്കിലും പെറ്റി കേസോ ഒക്കെ ഉണ്ടെങ്കിൽ പോലീസുകാര്, നമ്മുടെ കുടിയന്മാര്, നമ്മുടെ കൂടെ കുടിക്കുന്ന കുടിയന്മാര്, കൂട്ടുകാരും, എന്തിനേറെപ്പ് അവർ ചിലപ്പോഴൊക്കെ വീട്ടിലേക്ക് കൊണ്ടുവരുന്ന പെണ്ണുങ്ങളെയും ഒക്കെ ഞങ്ങൾ എവിടുന്ന് വിളിച്ചുകൊണ്ട് വന്നേക്കാണ് ഒരു പെണ്ണിനെ കൊണ്ട് എന്തെങ്കിലും വിധത്തിലുള്ള ഒരുപക്ഷെ മറ്റ് അവിഹിത ബന്ധങ്ങൾക്കൊന്നും ആയിരിക്കണമെന്നില്ല, എന്തെങ്കിലും കാര്യത്തിൽ ഒരു അൺവാണ്ടഡ് ഗസ്റ്റ് ആണ് ആ സ്ത്രീ എന്ന് ഓർക്കണം. അവരെ നിർബന്ധിച്ച് നമ്മുടെ വീട്ടിലേക്ക് വിളിച്ചുകൊണ്ട് വന്നേക്കാണ്. അവരെ സത്കരിക്കേണ്ടി വരികയാണ്. ഞങ്ങളുടെ ഭർത്താക്കന്മാരുടെ വിചാരം ഞങ്ങൾ ഒട്ടും ആതിഥ്യ മര്യാദയില്ലാത്തവരാണ് എന്നാണ്. അവരൊക്കെ പോയി കഴിയുമ്പോൾ ഭാര്യയോട് നമ്മൾ കാണി പിടിച്ച് 2 ഇടി കൊടുക്കും. പറയും എന്റെ കൂട്ടുകാർ ഓരോന്നിട്ട് നിനക്ക് ഇഷ്ടപ്പെട്ടില്ലല്ലോ എന്ന് പറയും. നീ അങ്ങനെ ഇങ്ങനെ ചെയ്തു നിനക്ക്. ചിലപ്പോ നമ്മൾ വന്നിരുന്നിട്ട് ഞാനൊക്കെ ചെയ്യണ കാര്യമൊക്കെ നീ ഇരുന്നിട്ട് വലിയ ഓർഡർ ചെയ്യലാണ്, അതെടുത്തുണ്ട്. അപ്പൊ ചിലപ്പോ അതില്ലാന്ന് പറയാൻ വേണ്ടി അന്ന് വേറെ എന്തെങ്കിലും എടുക്കാൻ പറ്റും. വലിയ ഈ ഭ്രാന്താണതല്ലേ, ഭ്രാന്ത്. ആ ഒരവസ്ഥയിൽ ഒക്കെ ഉള്ള ഒരവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി. അത് കഴിഞ്ഞിട്ടോ ഇതെല്ലാം സഹിച്ചതിന് ശേഷം വീണ്ടും പറയാണ്, രസം കൊല്ലും ചൊറിയുന്ന വർത്താനം പറയുന്നവർ തണുപ്പം പുതപ്പ് എന്നൊക്കെയാണ് ഞങ്ങളെ പറഞ്ഞിരിക്കുന്നത്. ഭാര്യമാരോട് പറയുകയാണ്, ഈ ഇത്രയും കഷ്ടപ്പെടുന്ന ഭാര്യമാരോട് നമ്മൾ വീണ്ടും പറയാണ്. എന്താ പറയണത്? ഞാൻ പറയാണ് എന്താണ് പറയാ, yes, sometimes brought home our husbands what we are in. നമ്മളെ അവർ പറയുന്നത്, ഇംഗ്ലീഷിൽ പറയുന്നത് ജോയ് കില്ലർ, നാഗ്, വെറ്റ് ബ്ലാങ്കറ്റ്. That's what they said. Next day they would be themselves again and we would forgive and forget. വളരെ എന്താണ് പറയുന്നത്, നമ്മൾ പറയുന്ന ഒരു വളരെ മോശമായ രീതിയിൽ അവർ ഇടിച്ചു താഴ്ത്തിപ്പോൾ നിനക്ക് ജീവിക്കാൻ അറിയത്തില്ല, നിനക്കൊരു സൊസൈറ്റിയിൽ നിനക്ക് എങ്ങനെ പെരുമാറണം എന്നറിയത്തില്ല. രസം കൊല്ലും, ജോയ് കില്ലർ.
നിന്നെ കൊണ്ടൊന്നും ഒരു സ്ഥലത്ത് കൊണ്ടുപോകാൻ കൊണ്ട് തന്നെ കൊള്ളത്തില്ല. അതുപോലെ തന്നെ പറയുന്ന വർത്താനം നമ്മള് നാഗ് എപ്പോഴും നമ്മളിങ്ങനെ ഒരു വർത്താനം പറയുന്ന ആ രീതിയിൽ തണുപ്പൻ പുതപ്പ് ബെഡ്റൂമില് നിന്നെ ഒന്നിനും കൊള്ളത്തില്ല. നിന്നെ കൊണ്ട് നിന്റെ കൂടുതല് എന്ത് ചെയ്യാനോ അത് നിങ്ങൾക്ക് ഊഹിക്കാലോ. ഒരു ഭാര്യ മദ്യപാനിയുടെ ഭാര്യയോടുള്ള നമ്മുടെ പെരുമാറ്റം എന്തായിരിക്കും? ആവശ്യമുണ്ട് ഉപയോഗിച്ചു അല്ലെ അവിടെ മാറ്റിയിട്ട് അത്ര ഉള്ളൂ. അല്ലാതെ ഒരു സ്നേഹത്തോട് കൂടിയിട്ട് നമ്മളൊരു ശാരീരികമായിട്ടുള്ള ബന്ധങ്ങളിലേക്കൊക്കെ പോകാതെ കാരണം അതിനില്ല. ഒരു വൈകാരികമായിട്ടുള്ള ബന്ധമില്ല. ശരീരമായിട്ടുള്ള ആവശ്യത്തിന് വേണ്ടിയിട്ട് ഭർത്താവ് ബന്ധപ്പെടുന്നു, തീർന്നു. ദാറ്റ്സ് ഇറ്റ്. അപ്പൊ എന്നിട്ട് മയക്ക് മ്യൂട്ട് ചെയ്യാണ്. പോരാത്തന്നെ ഇത് വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് ഞാൻ സംസാരിക്കുന്നത്. അപ്പൊ അത് ഭാര്യമാരെ അവരൊക്കെ കേൾക്കാതിരിക്കാൻ നിങ്ങളൊന്ന് ശ്രദ്ധിക്കണമെന്ന് ദൈവത്തോട് അപേക്ഷിക്കുകയാണ്. ആദ്യമാണ് മൈക്ക് സജേഷ് കണ്ണൂര്. അപ്പൊ അതുകൊണ്ട് വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണെന്ന് ഓർക്കണം. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കണം. ഒരുപാട് അനോണിമിറ്റി കാത്തു സൂക്ഷിക്കേണ്ട ഒരു കാര്യം കൂടിയാണ്. ഭാര്യമാരെ കുറിച്ചാണ് പറയുന്നത്. അതുകൊണ്ട് മൈക്ക് മ്യൂട്ട് ചെയ്യുക. അതുപോലെ തന്നെ എന്താ പറയുക, വോളിയത്തിലിട്ടിട്ടൊന്നും ഈ മീറ്റിങ്ങിൽ ശ്രദ്ധിച്ചിരിക്കരുത്. ഓൺ ചെയ്തിട്ട് വെച്ചിട്ട് എവിടെയെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കരുത് കേട്ടോ, പ്ലീസ്. കാരണം ഞാൻ ഇതിനകത്ത് ഈ സ്വയം നമ്മൾ കുറേയേറെ വെളിപ്പെടുത്താതെ ഈ ടോപ്പിക്കൊക്കെ നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റത്തില്ല, ഈ അധ്യായമൊക്കെ. അപ്പൊ ഈ രീതിയിൽ നമ്മൾ പറയുന്ന നമ്മളെ എത്രമാത്രം അവരെ ഇൻസൾട്ട് ചെയ്യുന്നു ഓർക്കുക. ഈ വെള്ളം അടിച്ചിട്ടുള്ള വലിയ പ്രസംഗം. പക്ഷെ എന്നാലും ഈ പാവങ്ങൾ എന്താണ്, അടുത്ത ദിവസം രാവിലെ അവർ സ്വയം അവരായി തീരുകയും ഞങ്ങൾ അവർക്ക് മാപ്പ് കൊടുക്കുകയും ഞങ്ങളെല്ലാം മറക്കാൻ ശ്രമിക്കുകയും ചെയ്തു. ഇൻ ദ മോർണിംഗ് അഗൈൻ വീണ്ടും അവർക്കൊരു ഹോപ്പ് ഉണ്ട്. മേ ബി ഇന്നത്തെ ദിവസം വ്യത്യാസമായിരിക്കും സ്നേഹത്തിൽ കൂടി. ഏതായാലും അതിനുശേഷം ഇതാണ് നമ്മുടെയൊക്കെ അവസ്ഥ എന്ന് നിങ്ങൾ സ്വയം ആലോചിക്കാൻ. നിങ്ങൾക്ക് എന്തെങ്കിലും ഐഡന്റിഫിക്കേഷൻ ഉണ്ടെങ്കിൽ ഒക്കെ, അതർവൈസ് നിങ്ങൾക്ക് അതിനകത്ത് ഉൾക്കൊള്ളാൻ പറ്റാത്ത എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ അതിനെ വിട്ടേക്കുക. മനസ്സിലായില്ലേ? അവരുടെ അച്ഛൻ നഷ്ടപ്പെട്ട സ്നേഹത്തിന് ഒരു ഞങ്ങളുടെ കുട്ടികളുടെ സ്നേഹം പിടിച്ചു കിട്ടാൻ ഞങ്ങൾ ശ്രമിച്ചിട്ടുണ്ട്. അച്ഛൻ കുട്ടികൾക്ക് അവൈലബിൾ അല്ല. അവർക്ക് വേണ്ടടുത്ത് കുട്ടികളെ കൊണ്ടുപോകുന്നില്ല. സ്കൂളിലെ PTA മീറ്റിങ്ങിന് ഞാൻ വിടില്ലായിരുന്നു, ഞാൻ പോകില്ലായിരുന്നു. എന്റെ ഭാര്യയോട് പറയും നീ പോയാൽ മതി. പലപ്പോഴും പറയും ഒരു പ്രാവശ്യമെങ്കിലും പോയി. ഒരു പ്രാവശ്യം ഞാൻ റിക്കവറിയിൽ വന്നതിന് ശേഷം കണ്ടു ഒരു പ്രാവശ്യം 2 പ്രാവശ്യം പോയിട്ടുണ്ട്. അതർവൈസ് ഒരു സ്കൂളിലും ഞാൻ PTA മീറ്റിങ്ങിന് പോകത്തില്ല. എന്താ, എല്ലാ കുട്ടികളുടെ മിക്കവാറും കുട്ടികളുടെയൊക്കെ ചില കുട്ടികളുടെ എക്സെപ്ഷണൽ കേസിലൊക്കെ അമ്മമാരൊക്കെ വന്നിട്ടുണ്ടാവും. പക്ഷെ കൂടുതലും കുട്ടികളുടെ പാരന്റ് എന്നുള്ളതൊരു അച്ഛൻ ചെയ്യേണ്ട കാര്യമാണ്. അല്ലെങ്കിൽ രണ്ടുപേരും കൂടി പോകും. കുട്ടികളും ആഗ്രഹിക്കുന്നുണ്ടാവും പപ്പ വരണം എന്നുള്ളത്. പക്ഷെ ഞാൻ പോയിട്ടില്ല. അപ്പൊ അവിടെ ആ സ്നേഹം നികത്താനായിട്ട് ഭാര്യമാര് പലപ്പോഴും ശ്രമിക്കാറുണ്ട്. ഇനി ഇപ്പോഴത്തെ കാലത്ത് പറയുകയാണെങ്കിൽ കുടിക്കുന്ന ഭാര്യമാരാണ്, അവർ പോകുന്നില്ലെങ്കിൽ ഭർത്താക്കന്മാർ രണ്ടും. ഇതുകൊണ്ട് ഈ കാഴ്ചപ്പാടിനെ ഇതിനെ രീതി തന്നെ കാണണം കേട്ടോ. അച്ഛന് അസുഖമാണെന്ന് ചെറിയ കള്ളങ്ങൾ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. രാവിലെ സ്കൂളിൽ പോകുമ്പോൾ PTA മീറ്റിങ്ങിന് ഞാൻ വന്നേക്കാന്ന് കുട്ടികളോട് വാക്ക് പറയുന്നു. പക്ഷെ പപ്പ ചെല്ലുന്നില്ല, മമ്മിയാണ് വന്നേക്കുന്നത്. കുട്ടികളെ ഇപ്പൊ PTA മീറ്റിംഗ് പപ്പ വന്നില്ലെന്ന് ചോദിക്കുമ്പോൾ എന്താണ് പറയുന്നത്? പാപ്പയ്ക്ക് പെട്ടെന്ന് ഒരു പനി ആയത് കാരണം വരാൻ പറ്റിയില്ല അല്ലെങ്കിൽ മോനെന്ന് പറഞ്ഞിട്ട് നമ്മള് കള്ളങ്ങൾ പറയുക കുട്ടികളുടെ അടുത്ത്. പക്ഷെ അന്ന് ഞങ്ങൾക്ക് അറിയാമായിരുന്നെങ്കിലും അവരുടെ അച്ഛൻ അസുഖമായിരുന്നു എന്ന കാര്യം കൂടുതൽ സത്യത്തോടെ അടുത്ത ഒന്നായിരുന്നു. അവർ കുട്ടികളെ തല്ലുകയും വാതിൽപ്പാളികൾ തല്ലിപ്പൊളിക്കുകയും വിലപിടിപ്പുള്ള കുപ്പിപ്പാത്രങ്ങൾ നശിപ്പിക്കുകയും പിയാനോയുടെ തന്ത്രികൾ തവിട് പൊടിയാക്കുകയൊക്കെ ചെയ്തു. ഇവിടെ ശരിക്കും പറഞ്ഞ ഒന്ന് ശ്രദ്ധിക്കുക പ്ലീസ്. എനിക്ക് ഇടയ്ക്ക് മൈക്ക് ആരെങ്കിലും അൺമ്യൂട്ട് ആയി കഴിഞ്ഞാൽ ഞാനങ്ങ് ഇതാവും, നമ്മുടെ ഫ്ലോ പോകും. ആരുടെ എപ്പോഴും മൈക്ക് ഓണാണ്. ശിവരാമൻ ഇങ്ങനെ സൗണ്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് പ്ലീസ് ഒന്ന് സഹകരിക്കുക എല്ലാവരും. അതുപോലെ തന്നെ ഹോസ്റ്റ് ആയവർക്ക് മ്യൂട്ട് ചെയ്യാൻ പറ്റുമല്ലോ. നമ്മൾ സംസാരിച്ചിട്ടിരിക്കുന്ന എന്റെ ഫ്ലോ പോകും. അങ്ങനെ ഒരു രോഗം എനിക്കുണ്ട്. അതുകൊണ്ട് എന്നോട് ശ്രമിക്കുക. അപ്പോ
ആ പക്ഷെ അന്ന് ഞങ്ങൾക്ക് അറിയാമായിരുന്നില്ല അവരുടെ അച്ഛൻ അസുഖമായിരുന്ന കാര്യം. കാരണം അവർ പറയുന്ന ഒരു വാസ്തവമാണ്, ഈ സിക്ക്. ഇൻഫാക്ട് നമ്മൾ സിക്കായിരുന്നു. പക്ഷെ ആൽക്കഹോളിസത്തിന്റെ രോഗം എന്നുള്ള രോഗം അന്ന് അവർക്ക് അറിയില്ലായിരുന്നു. പക്ഷെ ഫാക്റ്റ് ആയിരുന്നു, സത്യമാണ് പറയുന്നത്. പക്ഷെ അതുകൊണ്ട് വല്ല അർത്ഥം ഉണ്ടായിരുന്നു. ഏതായാലും അവർ കുട്ടികളെ തല്ലുകയും, ഈ ഭർത്താക്കന്മാര് ചിലപ്പോ കുട്ടികളെ ഒരാവശ്യമില്ലാത്ത കാര്യത്തിൽ, ഞാൻ എന്റെ മോനെ കുറെ നല്ല അടി കൊടുത്തിട്ടുണ്ട് ഒരാവശ്യമില്ലാത്ത ചില കുസൃതിക്കായിരിക്കും. പക്ഷെ ആ നമ്മളുടെ ഡോക്ടേഴ്സ് ഒപ്പീനിയനിൽ നമ്മളോട് പറയുന്നില്ലേ, വി ആർ റെസ്റ്റ്ലെസ്, ഇറിറ്റബിൾ ആൻഡ് ഡിസ്കണ്ടന്റ്. അതിന്റെ പ്രതിഫലനമായിട്ട് അനുഭവിക്കുന്ന പീഡ നിഷ്കളങ്കരായിട്ട് ഒന്ന് വാൺ ചെയ്യേണ്ട കാര്യമുള്ളൂ. ചിലപ്പോൾ കുട്ടികളെ നമ്മൾ ശിക്ഷിക്കേണ്ടടുത്ത് ശിക്ഷിക്കണം, അതൊരു ഇതാണ്. അല്ലെങ്കിൽ അതിനൊക്കെ നമുക്കറിയാം. പക്ഷെ നമ്മൾ അതിന് വേണ്ടിയിട്ട് കടുത്ത ശിക്ഷകളിലേക്ക് പോകാൻ പാടില്ല. അവരുടെ മുറിയിൽ കയറിയിട്ട് ആക്രോശിച്ചിട്ട് മേശപ്പുറത്ത് അടിച്ച് എന്തെങ്കിലും സാധനങ്ങൾ ഇരിപ്പുണ്ടെങ്കിൽ അതൊക്കെ എടുത്ത് തറയിലിട്ട് അടിച്ചിട്ട് ശരിക്കും അതിന്റെ ചള്ളക്കെട്ടൊക്കെ അടി കൊടുത്തു കഴിഞ്ഞാൽ എന്തോ ഒരുപാട് സംഭവങ്ങൾ നമുക്കറിയാം. ഞാൻ മോളെ അധികം അടിച്ചിട്ടില്ല, മോനെ ഒരുപാട് അടി കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളതിനാണ്. പക്ഷെ അത്രയ്ക്കുള്ള പ്രശ്നങ്ങളൊന്നും അല്ലല്ലോ. നമ്മൾ അതിനേക്കാൾ വലിയ കൂതറായിട്ട് കിടക്കുന്ന നമുക്ക് എന്ത് ശിക്ഷിക്കാനാ ഇതുള്ളത്? വാതിൽപ്പാളികൾ തല്ലിപ്പൊളിക്കുകയും വിലപിടിപ്പുള്ള കുപ്പിപ്പാത്രങ്ങൾ നശിപ്പിക്കുകയും പിയാനോയുടെ തന്ത്രികൾ തവിടുപൊടിയാക്കുകയും ചെയ്തു. നമ്മുടെ നാട്ടിലൊന്നും അങ്ങനെ പിയാനോ ഒന്നും വീടുകളിലൊന്നും വെച്ചേക്കുന്നില്ലെങ്കിലും, പക്ഷെ പാത്രങ്ങള് ഫ്ലൈറ്റുകളൊക്കെ എടുത്തിട്ട് താറയില അടിച്ചിട്ട് പൊട്ടിച്ചിട്ട് ദേഷ്യം. പിന്നെ എപ്പോഴും നമ്മളെ ഇപ്പോഴത്തെ ഈ ജീവിതത്തിലെ പുതിയ ജീവിതത്തിൽ നമുക്ക് എപ്പോഴും നമ്മുടെ ഓർമ്മയിൽ നിർത്തേണ്ടതാണ് ഈ വി ആർ റെസ്റ്റ്ലെസ്, ഇറിറ്റബിൾ ആൻഡ് ഡിസ്കണ്ടന്റ് എന്നുള്ള RID ഫാക്ടർ. അതുകൊണ്ടാണ് നമ്മൾ ഈ 11ാമത്തെ പടിയിൽ നമ്മൾ വന്നില്ലേ, നമ്മളുടെ ഒരു സംഘർഷത്തിലേക്കുള്ള ഒരു പല ജീവിതത്തിന്റെ അനുദിന ജീവിതത്തിൽ നമുക്ക് പലപ്പോഴും ഉണ്ടാവാം. അവിടെ നമ്മളോട് പറയുന്നതാണ്, ഒരു നിമിഷം നിൽക്കുന്നു, ഒരു നിമിഷം ശരിയായ മാർഗദർശനത്തിന് വേണ്ടി ദൈവത്തോട് അപേക്ഷിക്കുന്നു. ആ ഒരു ഒറ്റ നിമിഷത്തിൽ ടോട്ടൽ ട്രാൻസ്ഫർമേഷൻ ഉണ്ടാവും. അപ്പൊ ഇതിന് നമുക്കൊരു അവയർനെസ് ഉണ്ടാവണം. അതിനാണ് നമ്മളോട് പറയുന്നത് ഈ ഡെയിലി റെഗുലർ ആയിട്ടുള്ള മീറ്റിംഗ്. ഡെയിലി ചെയ്യാൻ പറ്റിയ ഡെയിലി ചെയ്യുക. പക്ഷെ റെഗുലർ മീറ്റിംഗ് ചെയ്തില്ലെങ്കിൽ അന്നത്തെ ദിവസം ഒരു ഫെലോ മെമ്പറോടോ അല്ലെങ്കിൽ സ്പോൺസറോടോ ഒക്കെ വിളിച്ച് സംസാരിക്കണം. എങ്കിൽ മാത്രമേ ജീവിതം നല്ല രീതിയിൽ പോകത്തുള്ളൂ. അതർവൈസ് ഈ റെസ്റ്റ്ലെസ്, ഇറിറ്റബിൾ ആൻഡ് ഡിസ്കണ്ടന്റ് എപ്പോ വേണമെങ്കിലും കയറി വരാം, ഏത് സമയത്ത് വേണമെങ്കിലും വരാം. ഓക്കെ, ഇത്തരം കോലാഹലങ്ങൾക്ക് ഇടയിൽ താൻ ഇനി മറ്റോളുടെ കൂടെ എന്നേക്കും ജീവിക്കാൻ പോകണമെന്ന് ഭീഷണിപ്പെടുത്തിക്കൊണ്ട് അവർ പുറത്തു പോയിട്ടുണ്ട്. ഈ ഭർത്താക്കന്മാര്, ഇപ്പൊ ഞാൻ കാണിച്ചു തരാം, നിന്റെ ഒന്നും കൂടെ ജീവിക്കാൻ പറ്റത്തില്ല, നീ നിന്റെ മക്കളെ പിടിച്ചുകൊണ്ട് അങ്ങോട്ട് നിന്റെ വീട്ടിലേക്ക് പോവുക, അങ്ങോട്ടേലും വരുന്നില്ല, ഞാൻ പോവാണ് എന്ന് ഇറങ്ങി പോകുന്ന ഒരു ബസ് നൽകി എല്ലാം തട്ടി തവിട് പൊടിയാക്കിയിട്ടിട്ട് ഒരു കാര്യമില്ല. റെസ്റ്റ്ലെസ് ആണ്. അല്ല, അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവളൂടെ കാത്തു നിൽക്കണമെന്നുണ്ടാവില്ല. ഞാൻ കാണുന്ന ഒരു എന്താണ് ഒരു ഫൂൾസ് പാരഡൈസ് എന്ന് പറയത്തില്ല, വിഡ്ഢിയുടെ ഒരു ലോകമാണത്. ഞാൻ തന്നെ ക്രിയേറ്റ് ചെയ്യുന്നതാണ്. മദ്യം എന്നെ കൊണ്ട് അങ്ങനെയൊക്കെ ചിന്തിപ്പിക്കുകയാണ്. അതിന്റെ ആരാണ് അനുഭവിക്കുന്നത്? നിഷ്കളങ്കരായ കുഞ്ഞുങ്ങള്, ഒരു കുറ്റം ചെയ്യാത്ത ഭാര്യ, എന്നിലുണ്ടെന്ന് പറയുന്ന ഒരു രോഗം. ആ രോഗം എന്നെ കൊണ്ട് ഇങ്ങനെയൊക്കെ ആക്കുന്നു. കോമാളിയുടെ വേഷം കിട്ടി. ആക്ച്വലി വി ആർ ഫൂളിങ് അവർസെൽസ്. ബുക്കിൽ ഒരു ഭാഗത്ത് പറയുന്നത് ഞങ്ങളെ തന്നെ വിഡ്ഢികളാക്കുകയായിരുന്നു. അതാണ് നമുക്കൊക്കെ സംഭവിക്കുന്നത്. പക്ഷെ ഇനിയെങ്കിലും ഇതിൽ നിന്ന് നമുക്കൊരു മോചനം വേണ്ടേ? അതുകൊണ്ട് പ്ലീസ്, ഞാൻ നിങ്ങളോട് അപേക്ഷിച്ച് പറയാം, നിങ്ങൾ ഈ ടേക്ക് എ സ്പോൺസർ. സ്റ്റെപ്സ് പ്രാക്ടീസ് ചെയ്യാതെ ഒരിക്കലും മുമ്പോട്ട് പോകാൻ പറ്റത്തില്ല. ഈ ക്ലീൻ ഹൗസ് എന്നുള്ള പ്രോസസ് നമ്മൾ ട്രസ്റ്റ് ഗോഡ്, യെസ് മൈ സ്റ്റെപ്പ് 1, 2, 3 ഈസ് ഓവർ. എന്നിൽ നിന്നുള്ള മദ്യപാനത്തിന്റെ ആസക്തി എടുക്കപ്പെട്ടു. 4th and 5th സ്റ്റെപ്പ്, 6th and 7th സ്റ്റെപ്പ്, ദാറ്റ് ഈസ് എ ക്ലീനിങ് പ്രോസസ്. അത് ചെയ്യാതെ ഒരിക്കലും മുമ്പോട്ട് പോകാൻ പറ്റത്തില്ല. നമുക്കൊരു ഇത് നമുക്ക് ഇത് പ്രോഗ്രാം പ്രാക്ടീസ് ചെയ്യുന്നവരെ നിങ്ങൾ ഇന്ത്യയിലായാലും ശരി വിദേശത്തായാലും കാണാം.
30 years, 40 years, 60 years ഒക്കെ സോപ്പറേറ്റീവ് ഉള്ളവരൊക്കെ നമുക്ക് അമേരിക്കയിലൊക്കെ കാണാൻ പറ്റും. ഇന്ത്യയിലും ഉണ്ട്. മുംബൈയിൽ ഉള്ള ഒരാൾ ജീവിച്ച 60-62 വർഷത്തെ സോപ്പറേറ്റീവ് ഉള്ള ഒരാളുണ്ട് മുംബൈയിൽ. കേരളത്തിലാരുമില്ല. See why they are still attending meeting. അവർ എന്തുകൊണ്ട് എപ്പോഴും മീറ്റിംഗ് ചെയ്യുന്നത്? There is a reason. It's an incurable disease. അതുകൊണ്ട് ഒരു കാരണവശാലും ഈ എവിടെ നിന്ന് എന്തെങ്കിലും കിട്ടുന്ന തെറ്റായിട്ടുള്ള അറിവുകളെ ശേഖരിച്ചു വെക്കാതെ നമ്മൾ, കാരണം പെട്ടെന്ന് അതിൽ കയറി പിടിക്കുന്ന ആളുകളാണ്. എപ്പോഴെങ്കിലും ഒക്കെ സമയമുണ്ട്, സൗകര്യം പോലെ ചെയ്യാം, അതുപോലെ കുറച്ചാളുടെ കഴിഞ്ഞിട്ടൊക്കെ ചെയ്യാതെ ഇപ്പൊ മീറ്റിങ്ങിനൊക്കെ വന്നിട്ടൊന്ന് കാലുറക്കട്ടെ, അത് കഴിഞ്ഞിട്ട് ചില എന്താണ് ഒരു പ്രത്യേക ഒരു ഭാഷയിലൊക്കെ ആൾക്കാർ വന്നു ആദ്യം കാലൊക്കെ ഒന്ന് ഉറക്കട്ടെ, അത് കഴിഞ്ഞിട്ട് പിന്നെ പഠിക്കും. കാരണം ഈ പറയണ ചങ്ങാതി ചെയ്തിട്ടില്ല, അതുകൊണ്ടാണ് ഈ പറഞ്ഞു കൊടുക്കുന്നത്. ഒരിക്കലില്ല. ഒരു വർഷത്തിന്റെ ഉള്ളില്, ഒരു വർഷം പോലും വേണ്ട, ഒരു വർഷത്തിനുള്ളിൽ 4-5 പടികൾ ചെയ്തില്ല എങ്കിൽ നമ്മുടെ പഠനത്തിന് അല്ലെങ്കിൽ നമ്മൾ കുടിച്ചില്ല എങ്കിൽ പോലും ഈ കൂട്ടായ്മയിൽ നിന്ന് കിട്ടും. കാരണം നമുക്കൊന്നും പറയാനില്ല, മനസ്സിലായില്ലേ? നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഒരു സുഹൃത്തിനോട് പോലെ അല്ലെങ്കിൽ ഒരു മീറ്റിങ്ങിൽ ഒന്നും ഷെയർ ചെയ്യാനില്ല. പോരാത്തതിന് ഈ RID ഫാക്ടർ നമ്മളെ കയറി ഭരിച്ചുകൊണ്ടിരിക്കും. അപ്പൊ നമ്മൾ തിരക്കേറിയ ഒരു ജീവിതത്തിലേക്ക് നമ്മൾ അതിനെ ഡൈവേർട്ട് ചെയ്യും. പലപ്പോഴും പലരും പറയും, അയ്യോ ഭയങ്കര തിരക്കാണ്, ഒരു വിധത്തിലും ഈ കുടിച്ചു ബോധമില്ലാതെ മാസങ്ങളോളം കിടന്ന ചങ്ങാതിയാണ് പറയുന്നത്. റിക്കവറിയിൽ വന്ന ഒരു 3 മാസം 6 മാസം കഴിയുമ്പോഴത്തേക്കും തിരക്ക് പിടിച്ച ജീവിതത്തിലേക്ക് പോകണം. ഒരിക്കലും അത് പാടില്ല. ഞാൻ ഒരുപാട് ആളുകളുടെ പഠനം കണ്ടതിന്റെ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ പറയുകയാണ്. ഒത്തിരി ദീർഘനാളത്തെ സോപ്പറേറ്റ് ഒന്നും എനിക്കൊന്നുമില്ല, എന്നാലും 29 വർഷം എന്ന് പറയുമ്പോൾ ഒരു റീസണബിളി ഒരു കാലഘട്ടമല്ല, കാലയളവല്ലേ. ഒത്തിരി പേരുടെ പഠനം കണ്ടിട്ടുണ്ട് നമ്മുടെ. അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് അപേക്ഷിച്ച് പറയാനുള്ളത്, ഈ പ്രോസസ്സിൽ നിന്ന് പുറത്തു പോകരുത്. ഈ അറിവുകൾ നിങ്ങൾ ബിഗ് ബുക്കിൽ നിന്ന്, ഈ ബിഗ് ബുക്കിന്റെ ഈ ആദ്യത്തെ മലയാളത്തിൽ 170 പേജ് തറവായിട്ട് പഠിക്കണം. ആ 170 പേജൊക്കെ നീ അതല്ലെങ്കിൽ 103 പേജ് നമ്മുടെ 103 ആണോ അല്ലേ മറ്റുള്ളവരുടെ പ്രവർത്തനം വരെയുള്ള ചാപ്റ്ററിങ് മലയാളത്തിൽ എത്ര വരെയാണ്? 104 പേജ് വരെയുള്ള 12 പടികൾ. 104 ഇംഗ്ലീഷിൽ 103, മലയാളത്തിൽ 104 പേജ്. ആ 103 പേജ് തറ പറ പന എന്ന് നമ്മൾ 1-ാം ക്ലാസ്സിൽ പഠിച്ചു വന്ന പോലെ തന്നെ മുമ്പോട്ട് പഠിച്ചു വരണം. എങ്കിൽ മാത്രം നമുക്ക് നമ്മുടെ ജീവിതത്തെ, നമ്മുടെ ജീവിതമാണ്, എൻ്റെ ജീവിതമാണ്, എൻ്റെ ജീവിതത്തിന്റെ മാർഗരേഖയാണ്, ജീവിത രജത രേഖ എന്നൊക്കെ സാഹിത്യ ഭാഷ പറയത്തില്ലേ എന്ന് പറഞ്ഞ പോലെ അതിൽ നിന്ന് വിട്ടുപോയി കഴിഞ്ഞാൽ അങ്ങനെ ശരിയോ? നമ്മള് ഒക്കെ പരീക്ഷകൾ എഴുതിയിട്ടുള്ള, എന്നാലും 10-ാം ക്ലാസ്സെങ്കിലും പരീക്ഷ എഴുതാത്തവരാരും തന്നെ ഇവിടെ കണ്ടിട്ടില്ല നമ്മുടെ നാട്ടിലൊക്കെ കണക്ക് വെച്ചിട്ട്. ആ 10-ാം ക്ലാസ്സിൽ പരീക്ഷ പാസ് ആയി വന്നെങ്കിൽ നമ്മൾ പഠിച്ചാലേ പറ്റുള്ളൂ അല്ലെ? ബുക്ക് മേടിച്ച് വീട്ടിൽ വെച്ചിട്ട് നമ്മൾ പരീക്ഷയ്ക്ക് പോയി കഴിഞ്ഞാൽ പറ്റുമോ? നമ്മുടെ എല്ലാ ബുക്കുകളും, എക്സസൈസ് ബുക്കുകളും ടെക്സ്റ്റ് ബുക്കുകളും എല്ലാം കയ്യിലുണ്ട്. പക്ഷെ ഞാനത് തുറന്നു നോക്കിയിട്ടില്ല, അതിനെ പഠിച്ചിട്ടില്ലെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല, തോറ്റുപോകും. റിസൾട്ട് വരുമ്പോൾ 0. ദ സെയിം വേ ഇതൊരു നമ്മുടെ എക്സർസൈസ് ബുക്കാണ്. ഇത് പഠിക്കണം. സമയം കുറച്ചെടുക്കും. ഞാൻ വന്ന വഴി അല്ലെങ്കിൽ വന്ന വർഷം തന്നെ ഒന്നും പഠിച്ചില്ല, പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഇതിന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലായി. അതുകൊണ്ട് ഭാഗ്യത്തിന് നല്ല സ്പോൺസർമാരായിട്ടും ഇപ്പോൾ എനിക്ക് 2 സ്പോൺസർ ഉണ്ട്. എനിക്ക് എന്താ ഇപ്പോൾ 2 സ്പോൺസറുടെ ആവശ്യമുണ്ടോ? എനിക്ക് തന്നെ ചോദിക്കാറുണ്ട്. ഇപ്പൊ എന്തിനാ എനിക്ക് എല്ലാ കാര്യങ്ങളും, എനിക്കൊന്നും അറിയില്ല. സത്യസന്ധമായിട്ട് പറഞ്ഞാൽ എനിക്കിപ്പോഴും ഒന്നും അറിയില്ല. ഇപ്പോഴും അറിയാനായിട്ടുള്ള ആഗ്രഹം ഇപ്പോഴും ഉണ്ട്, അത്ര എനിക്കറിയാം. അപ്പൊ അതുകൊണ്ട് പ്ലീസ്, അതുകൊണ്ട് വെയിറ്റ് ചെയ്ത് നിൽക്കരുത്. നിന്ന് പോയാൽ നിന്ന് പോകും, അതാണ് പ്രശ്നം. പിന്നെ അതായിട്ട് പിന്നെ വഴി മാറി സഞ്ചരിക്കും. നമ്മൾ കാരണങ്ങൾ കണ്ടുപിടിക്കും. അപ്പൊ അതിനുശേഷം ഈ പുറത്തേക്ക് പോകാന്നുള്ളതല്ലാതെ മിക്കവാറും അങ്ങനെ ചിലരൊക്കെ പോവും. അങ്ങനെയുള്ളവർക്കൊക്കെ എന്തൊക്കെ സംഭവിക്കുന്നത് നമുക്കറിയാലോ. കൊടും നിരാശയിൽ ഞങ്ങൾ വലിഞ്ഞു മുറുകി, എല്ലാ കുടിയന്മാരെയും നശിപ്പിക്കാൻ ഞങ്ങൾ സ്ത്രീകൾ കുടിക്കുന്നവരായി. നമ്മുടെ ഇപ്പൊ കേരളത്തിലും ആയി തുടങ്ങിയിട്ടുണ്ട്. കേരളത്തിലും ഇന്ത്യയിലും ഇഷ്ടം പോലെ ഉണ്ട് ഈ കൊടും നിരാശയിൽ. ഇപ്പൊ ഡൽഹിയിലും മുംബൈയിലൊക്കെ ഉള്ള ഒത്തിരി സ്ത്രീകളെ എനിക്കറിയാം കുടിക്കുന്നവരായിട്ടുള്ള. പക്ഷെ നല്ല സ്ട്രോങ് സോബറേറ്റിലുള്ള ഒരു ഉണ്ട്. ഞാൻ
ഞാൻ വന്ന 96, 97 സമയത്ത് വന്ന ഒരു 10-15 പേര് 20 പേരോളം ഈ ഇതേ കാലം എന്നോടൊപ്പം പുറകിൽ മുമ്പിലായിട്ട് സഞ്ചരിക്കുന്നവരുണ്ട്. കേരളത്തില് 1-2 പേരുണ്ടെന്ന് തോന്നുന്നു. അവരൊക്കെ ആക്റ്റീവ് ആണോന്ന് എനിക്കറിയത്തില്ല. ഒരാൾ ആക്റ്റീവ് ആണ്, പക്ഷെ കേരളത്തിലെ മീറ്റിങ്ങുകളിൽ അവർ ആക്റ്റീവ് അല്ല. വേറൊരു പെൺകുട്ടി വന്നിരുന്നു, അവരെ ഇപ്പൊ കാണാറുണ്ട്. എനിവേ, കേരളത്തിലെ ആ സാഹചര്യം കുറെ വ്യത്യാസമൊക്കെ ആയിരിക്കും. പക്ഷെ നന്നായിട്ട് കുടിക്കുന്ന ഈ ഈ കാരണം കൊണ്ട് ഭർത്താവിന്റെ അബദ്ധസഞ്ചാരം അല്ലെങ്കിൽ ടോട്ടലി ഇറസ്പോൺസിബിൾ ആയിട്ടുള്ള ജീവിതം കാരണം ഈ അവരും റെസ്റ്റ്ലെസ്, ഇറിറ്റബിൾ ആൻഡ് ഡിസ്കണ്ടന്റ് ആയിട്ട് പോകും. അവർക്ക് അവിടെ എന്താണ് തോള് കൊടുക്കാനായിട്ടുള്ള ചില തോളുകൾ പോരും. ആ തോളുകളിൽ മദ്യം അവിടെ അവർക്ക് രണ്ടുപേർക്കും തമ്മിലുള്ള ഒരു ഇന്ന് മദ്യം മാത്രമല്ല എന്ന് പറഞ്ഞു. മയക്കുമരുന്നുകളിൽ നമ്മുടെ കേരളം ഭയങ്കരമായിട്ടുള്ളൊരു മോശാവസ്ഥയിലേക്ക് പോയിരിക്കുക. അപ്പൊ ഇതൊക്കെ അതിനുള്ള കാരണം ഇതാണ്. നമ്മളാണ് ഇതിന്റെ മൂല കാരണം. സ്ത്രീകൾ കുടിക്കുന്നവരായി, തികഞ്ഞ അപ്രതീക്ഷിതമായ ഭർത്താക്കന്മാരും ഞങ്ങൾ കുടിക്കുന്നവരായ ഈ മാറിയതിൽ ഭാര്യയും നമ്മൾ കുടിച്ചിട്ട് അടിച്ച് ഇത് ഒരു പരിധി വരെ ഇതാ ഒരു വെസ്റ്റേൺ കൾച്ചറിന്റെ ഭാഗമായിട്ടായിരിക്കണം ഈ ബുക്കിൽ 1939 എഴുതിയത്. ഇന്ന് നമ്മുടെ നാട്ടിലത് വളരെ റെയർലി ആയിരിക്കും. പക്ഷെ നോർത്ത് ഇന്ത്യ ആൻഡ് ഓൾ ഒരു ഭാര്യയും ഭർത്താവും ഒന്നിച്ചിരുന്ന് കഴിക്കുന്ന അങ്ങനെയൊക്കെയുള്ള കുറെ പേര് എനിക്കറിയാം. അങ്ങനെ കഴിക്കുന്നവരും ഭാര്യമാരൊക്കെ റിക്കവറിയിൽ വന്നിട്ടും ഭർത്താക്കന്മാരും റിക്കവറിയിൽ വന്നിട്ടും, അല്ലെങ്കിൽ ചിലരുടെ ഡൈവേഴ്സ് ആയി പോയിട്ടുള്ള ഇവിടെയുള്ള ഭയങ്കര ആ ഒരു സമ്പന്നമായിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ആണല്ലോ. ആ സമ്പന്നമായിട്ടുള്ള അറ്റ്മോസ്ഫിയറിൽ ഒരുപാട് ഭയങ്കര രീതിയിൽ കുടിക്കുന്ന ഭാര്യയും ഭർത്താവും അവരെ എൻജോയ് ചെയ്തു. പക്ഷെ അതിന്റെ അവസാനം, എല്ലാത്തിന്റെ അവസാനം മിക്കവാറും സമയങ്ങളിൽ കണ്ടെത്തിയിട്ടുള്ളത് അവരുടെയൊക്കെ കഥകൾ കേട്ടപ്പോൾ ഭർത്താവ് ഏതെങ്കിലും ഒരു സ്ത്രീയായിട്ടുള്ള ഒരു ബന്ധമുണ്ടോ, ഭാര്യയ്ക്കും ഇതുപോലെ തന്നെ വേറെ ആരെങ്കിലും നിനക്കാണെങ്കിൽ എനിക്ക് എന്തുകൊണ്ടായിക്കൂടാ എന്നുള്ളൊരു മനോഭാവത്തോടുകൂടി. നമ്മുടെ കേരളത്തിൽ അതൊക്കെ ഉണ്ടോ എന്നുള്ളത് ആ ഒരു നിലയിലേക്ക് നമ്മുടെ കേരളത്തിന്റെ സംസ്കാരമായിട്ടില്ല. പക്ഷെ എങ്കിൽ പോലും ഒരു ഇതിന്റെ ഉള്ളില് നമ്മൾ അറിയാത്തൊരു ഭാഗം ഉണ്ടെന്ന് ഓർക്കണം. അവിടെ ഇതെല്ലാം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഭാര്യമാർ അതുകൊണ്ടാണ് നമ്മുടെ നമ്മൾ കേൾക്കുമ്പോൾ ഭാര്യമാരോട് എന്നുള്ളൊരു ചാപ്റ്ററാണ്. പക്ഷെ ഇൻഫാക്ട് അതുകൊണ്ട് തുടക്കത്തിൽ തന്നെ പറയുന്നില്ലായിരുന്നു, ഇത് ഭാര്യമാർക്കും ഭർത്താക്കന്മാരും അറിഞ്ഞിരിക്കേണ്ട ഒരു ചാപ്റ്ററാണ്. പലപ്പോൾ ഇത് ഇതിനകത്തൊരു വിഷയമായിട്ടൊക്കെയാണ് പോകുന്നത്. പക്ഷെ ഇൻഫാക്ട് ഇത് ശരിക്കും നമ്മൾ സ്റ്റഡി ചെയ്യേണ്ട ഒരു ചാപ്റ്റർ തന്നെയാണ് ഈ ഭാര്യമാർ ഇവിടെ ഉള്ള ചാപ്റ്റർ. അപ്പൊ അതിന്റെ ഫലമായിട്ട് സന്തോഷമുള്ളവരെ പോലെ കാണപ്പെട്ടു എന്നതാണ് അതിന്റെ ഫലം. ഇനി ഒരു പക്ഷെ ഈ ഘട്ടത്തിൽ ഞങ്ങൾ വിവാഹമോചനം നേടുകയും കുട്ടികളെ ഞങ്ങളുടെ അച്ഛന്മാരുടെ അടുത്ത് എത്തിക്കുകയും ചെയ്തു. ഭർത്താവിനെ വിട്ടുപോയതിൽ ഭർത്താവിന്റെ അച്ഛനമ്മമാർ ഞങ്ങളെ കുറ്റപ്പെടുത്തി. പലപ്പോഴും ഞങ്ങൾ അങ്ങനെ ഉപേക്ഷിച്ച് പോകുക പതിവായിരുന്നില്ല. ഞങ്ങളെല്ലാം സഹിച്ച് ഭർത്താവിനോടൊപ്പം തന്നെ താമസിച്ചു. ഞങ്ങളും കുടുംബവും ഗതിയറ്റ അവസ്ഥയിലെത്തിയപ്പോൾ അവസാനം എന്തെങ്കിലും ജോലി തേടി. മിക്കവാറും ചില സ്ത്രീകളൊക്കെ ഇപ്പോഴത്തെ കാലത്ത് ഇനി നിങ്ങളുടെ കൂടത്തിൽ ജീവിക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞിട്ട് പോയിട്ട് വേണമെങ്കിൽ നമ്മുടെ നാട്ടില് സ്ത്രീകളുടെയൊക്കെ വനിതാ പോലീസ് സ്റ്റേഷനിൽ ഒരു കേസ് കൊടുത്തിട്ട് ഒരു സെക്യൂരിറ്റി കവറൊക്കെ ചോദിച്ചു വാങ്ങിയതിന് ശേഷം അവര് മക്കളെ കൊണ്ട് അവളുടെ വീട്ടിൽ പോയി വിട്ടു. മോളുടെ കുട്ടികളെ കൊണ്ട് വന്നിരിക്കുകയാണ്. മോളുടെ ദുരിതാവസ്ഥ അറിയാണ്ട് സാധാരണതയിൽ അച്ഛനമ്മമാര് ഇങ്ങോട്ട് വരാൻ പറ്റില്ല, നീ എന്നെ കല്യാണം കഴിച്ചിട്ടാണ് പോകാന്ന് ഒരു ഇതുള്ളവരാരും പറയാറില്ലല്ലോ. പലരും സഹിച്ച് ഇപ്പൊ ഈ അടുത്ത കാലത്തൊക്കെ രണ്ടും ഈ കല്യാണം കഴിഞ്ഞിട്ട് മാസങ്ങളായിട്ടുള്ള 2 പെൺകുട്ടികൾ ആത്മഹത്യ ചെയ്യാൻ. അതൊക്കെ ചിന്തിക്കാൻ പറ്റുമോ? നമുക്കൊക്കെ പെൺകുട്ടികളൊക്കെ ഉള്ളവർ പലരും നിങ്ങളിലൊക്കെ ഉണ്ടെങ്കിൽ സ്വയം ആലോചിച്ച് നോക്ക്. മദ്യപാനത്തിന്റെ ആ ഒരു നമ്മളൊക്കെ എത്രമാത്രം ഭാഗ്യവാന്മാരാണെന്ന് പറഞ്ഞു. അപ്പൊ ഭർത്താവിനെ വിട്ടുപോയാൽ ഭർത്താവിന്റെ അച്ഛനമ്മ ഭാര്യനെ കുറ്റപ്പെടുത്തും. നീ എന്നാലും അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ, അപ്പോഴാണ് അവൻ കുടിച്ച് മാറിക്കോളും എന്നൊക്കെ പറഞ്ഞ് ഭർത്താവിന്റെ അച്ഛനമ്മമാർ കുറ്റപ്പെടുത്തും. ഇതൊക്കെ നമ്മുടെ ഇന്നും സംഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ്.
പലപ്പോഴും ഞങ്ങൾ അങ്ങനെ ഉപേക്ഷിച്ച് പോവുക പതിവായിരുന്നില്ല. ഞങ്ങളെല്ലാം സഹിച്ച് ഭർത്താവിനോടൊപ്പം തന്നെ താമസിച്ചു. കുറെ സഹിച്ചിട്ട് സഹിയിട്ടിട്ടാണ് പറയുന്നത് ഇനി എന്നെ കൊണ്ട് സഹിക്കാൻ പറ്റുന്നത്. ഞങ്ങളും കുടുംബവും ഗതികെട്ട അവസ്ഥയിലെത്തിയപ്പോൾ അവസാനം എന്തെങ്കിലും ഒരുവിധം പഠിച്ചിട്ടുള്ള കുട്ടികളാണെങ്കിൽ പിന്നെ ഒരു ജോലിക്ക് വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തും. കാരണം സ്വന്തം അച്ഛൻ്റെ അമ്മനെ ബുദ്ധിമുട്ടിക്കാൻ പറ്റില്ല, ആങ്ങളമാരെയും ബുദ്ധിമുട്ടിക്കാൻ പറ്റത്തില്ല. കുറച്ച് കഴിയുമ്പോൾ എല്ലാവർക്കും വലിയൊരു ഇതൊക്കെ നിത്യ സംഭവങ്ങളാണ് ഇന്ന് നമ്മുടെ എല്ലായിടത്തും ലോകമെമ്പാടും. പക്ഷെ ഏറ്റവും വലിയ ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് അബദ്ധ സഞ്ചാരങ്ങളിലേക്ക് പോകുന്നു. അത് ഒത്തിരി കൂടിയിട്ടുണ്ട്. ഈ ബുക്ക് എഴുതുമ്പോൾ തന്നെ അവസ്ഥയൊന്നും അല്ല ഇന്ന്. ഭർത്താവ് പെട്ടെന്ന് സഡനായിട്ട് ഉള്ള ആ ഒരു ഇതിനകത്ത് വന്നിട്ട് പോരാത്തിന് മദ്യം മാത്രമാണ്, എന്തെല്ലാമാണ് സാധനങ്ങൾ. ആ പെട്ടെന്നുള്ള സഡൻ ആയിട്ടുള്ളൊരു ആ പ്രോവോക്ക് എഴുതിയിട്ട് വരുമ്പോ ചെയ്യുന്ന കാര്യങ്ങളൊന്നും ചിന്തിക്കാനേ പറ്റത്തില്ല. എനിവേ, ആ ദുരന്തങ്ങൾ നമ്മുടെ ഒന്നും ജീവിതത്തിൽ വരാതിരിക്കട്ടെ. ആ ദുരന്തങ്ങൾക്ക് നിന്ന് രക്ഷിച്ചതിന് ദൈവത്തിന് കൃതജ്ഞതയുള്ളവരായിരിക്കും. മദ്യപാനം അടുത്ത ചാപ്റ്റർ 107 പേജിൽ 2ാമത്തെ ചാപ്റ്ററാണ്. മദ്യപാനം വളരെ വർദ്ധിച്ചപ്പോൾ ഞങ്ങൾ വൈദ്യസഹായം തേടാൻ തുടങ്ങി. ദാരുണമായ ശാരീരികവും മാനസികമായ ലക്ഷണങ്ങൾ, അത്യാഘാതമായ ദുഃഖാവസ്ഥ, വിഷാദം, ഞങ്ങൾക്ക് പ്രിയപ്പെട്ടവരിൽ ഞങ്ങളെ ഏൽപ്പിച്ച അവർഷതാവധം എന്നിവയെല്ലാം ഞങ്ങളെ ഭയപ്പെടുത്തുകയും സംഭ്രമിപ്പിക്കുകയും ചെയ്തു. അപ്പൊ ഈ രീതിയിൽ കുടിക്കുന്ന ഭാര്യമാര് we began to ask medical advice as the sprees got closer together. The alarming physical and mental symptoms, the deepening fall of remorse, depression and impurity that settled down our loved ones. ഇതിനകത്തുള്ളൊരു റിമോഴ്സ് ആൻഡ് ഡിപ്രഷൻ ആൻഡ് ഇൻഫ്യൂരിറ്റി, ഇത് നമുക്ക് വളരെ ഇതായിട്ട് മനസ്സിലാക്കാൻ പറ്റും. പെട്ടെന്ന് ഇത് കയറി പിടിക്കും ഈ ഡിപ്രഷൻ. അപ്പൊ ചിലര് കുടിക്കുന്ന ഭാര്യമാരായിരിക്കും, ചിലപ്പോൾ കുടിക്കാതെയാണെങ്കിൽ പോലും ഇത് മനസ്സിലായില്ല. വിഷാദം, ദുഃഖാവസ്ഥ, അതുപോലെ അപകർഷതാബോധം, അങ്ങനെ വരുമ്പോൾ ചിലപ്പോ വൈദ്യസഹായം അക്കാലത്ത് എടുത്തിരുന്നത്. നമ്മുടെ നാട്ടിലൊക്കെ ഏതായാലും ഇപ്പൊ പലരും സ്ത്രീകളും സൈക്കാട്രിയിലൊക്കെ പോയിട്ട് ഡിപ്രഷൻ വളരെ പെട്ടെന്ന് പിടിക്കുന്നല്ല, ആ ഇതിനൊക്കെ ട്രീറ്റ്മെന്റ് എടുക്കുന്നുണ്ട്. ചിലർക്ക് അതിന് മാർഗമില്ലായിരിക്കും, പക്ഷെ അത് എന്തായാലും വേറെ വഴിയില്ല. ഒരു ചവിട്ടു യന്ത്രത്തിൽ അകപ്പെട്ട മൃഗങ്ങളെ പോലെ ക്ഷീണത്തോടും ക്ഷമയോടും ഞങ്ങൾ മുന്നോട്ട് ചവിട്ടിക്കയറാൻ ശ്രമിച്ചു. ഉറച്ച തറയിൽ എത്തുവാനുള്ള ഓരോ ശ്രമവും വിഫലമാവുകയും ക്ഷീണിച്ച തളർച്ചയിലേക്ക് ഞങ്ങൾ വീണ്ടും എത്തിച്ചിരിക്കുകയും ചെയ്തു. ഞങ്ങളിൽ പലരും ആൽക്കഹോളിസത്തിന്റെ അവസാന ഘട്ടത്തിൽ പ്രവേശിച്ചിട്ടുണ്ട്. വൈഫ്സ് ഓഫ് ആൽക്കഹോളിക്സ് ഓർ ഹസ്ബൻഡ്സ് ഓഫ് ആൽക്കഹോളിക് വൈഫ്, മനസ്സിലായില്ല. അപ്പൊ കുടിക്കുന്ന ഭർത്താക്കന്മാരുടെ ഭാര്യമാരോ അല്ലെങ്കിൽ കുടിക്കുന്ന ഭാര്യമാരുടെ ഭർത്താക്കന്മാരോ, ഐദർ വേ സെയിം ആണ് എഫക്ട്. തൽഫലമായ ആരോഗ്യ കേന്ദ്രങ്ങളെയും ആതുര ശുശ്രൂഷകളെയും ആശുപത്രികളെയും ജയിലുകളും ഒക്കെ ആശ്രയിക്കേണ്ടി വന്നു. പലപ്പോഴും ദാരുണമായ വിഭ്രാന്തികളും ചിത്രഭ്രമാവസ്ഥയും ഞങ്ങൾ അനുഭവിച്ചു. മരണം പലപ്പോഴും അടുത്തെത്തി. ആലോചിച്ച് നമുക്ക്, മദ്യം കുടിക്കാത്തവരിൽ പോലും ഇത് സംഭവിക്കാന്ന് പറഞ്ഞു, മനസ്സിലായില്ലേ? നമ്മളുടെ അലനോണായിട്ടുള്ള ഭാര്യമാർ, നമ്മുടെ ഭാര്യമാർ മദ്യം കുടിക്കുന്നവരിലും ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ആൽക്കഹോളിന്റെ എഫക്ട് ഒന്ന് ആലോചിച്ച് നോക്ക്. മദ്യം ഒരിക്കലും ടച്ച് ചെയ്യാത്ത ഭാര്യമാർ പോലും മരണത്തിന്റെ ഈ വിഭ്രാന്തികളും ഭ്രാന്തും, ചിത്തഭ്രമം എന്നൊക്കെ പറഞ്ഞതല്ലോ ഭ്രാന്തല്ലേ, വിഭ്രാന്തി, അതിന്റെ അനുഭവിക്കുന്നതോ നിരപരാധികളായിട്ടുള്ള കുഞ്ഞുങ്ങൾ. ഞാൻ ദൈവത്തിന് ഒത്തിരി നന്ദി പറയുക. എന്നാലും എൻ്റെ മോന് നല്ല ഓർമ്മയുണ്ട്. ഞാൻ 7 വയസ്സാണ്. എൻ്റെ മോൾക്ക് 3 വയസ്സുള്ളത് കാരണം അവൾക്ക് ഓർമ്മയില്ല. അവളോട് ചോദിച്ചു കഴിയുമ്പോൾ പറയും അവള് ഓർമ്മയില്ലാന്ന് പറയും. അവന് ഓർമ്മയുണ്ട്. ഇത് എഴുതി വെച്ചവരോട് നമുക്കൊരു കടപ്പാടില്ല. ഇത് നമ്മൾ അറിയേണ്ടത്, ഇതിനെ നമ്മൾ ഫോളോ ചെയ്യണ്ടേ. പിന്നെ അവര് ഓരോ ഇതിനകത്തുള്ള വാക്കുകളൊക്കെ നമ്മൾ വചനങ്ങൾ പോലെ വചനമായിട്ട് തന്നെ കേൾക്കണം. വചനം, വേർഡ്സ് ഓഫ് വിസ്ഡം എന്നൊക്കെ പറയുന്നത്.
അതാണ് ഞങ്ങളുടെ പാത തികച്ചും പിന്തുടരുന്ന ഒരുവൻ പരാജയപ്പെടുക വളരെ വിരളമാണ്. അതുകൊണ്ട് ഈ 1, 2, 3 പടികളിൽ നിന്നാ മതിയോ? നോ, നമ്മൾ ഇതറിയണം, പിന്നെ ഫോളോ ചെയ്യണം. അപ്പൊ ഒരു ജീവിക്കാൻ മാർഗത്തിന് വേണ്ടിയിട്ട് അവര് ഓരോരോ കാര്യങ്ങളും അതിൽ കൂടി വരുന്നതിന് ശേഷം ഉണ്ടാവുന്ന ദുരന്തങ്ങൾ, എത്രയൊക്കെ ദുരന്തങ്ങളെന്നും ഇത്രയൊന്നും അല്ല ശരിക്കും പറഞ്ഞു. ഇല്ല, ഒരു ചവിട്ടി യന്ത്രത്തിലകപ്പെട്ട മൃഗത്തെ പോലെ ക്ഷീണത്തോടും ക്ഷമയോടും ഞങ്ങൾ മുന്നോട്ട് ചവിട്ടി കയറാൻ ശ്രമിച്ചു. വെറുതെ ഇംഗ്ലീഷിൽ എഴുതുന്നുണ്ടോ? As animals on a treadmill, we have patiently and wearily climbed, falling back in exhaustion after each futile effort to reach solid ground. Most of us have entered the final stage with its commitment to health resorts, sanitariums, hospitals, and jails. Sometimes there were screaming delirium and insanity. Death was often near. ഇതൊക്കെ ഇത് ഈ പേജിൽ ഇപ്പൊ ഞാൻ വായിച്ച പല ഭാഗങ്ങളും നിങ്ങൾ തന്നെ മനസ്സിലാക്കിയിട്ട് അത് അണ്ടർലൈൻ ചെയ്ത് തന്നെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന്റെ പറയുന്നുണ്ടോ? 107 ഏറ്റവും താഴത്തെ പാരഗ്രാഫിലേക്ക് വരാം. ഈ ചുറ്റുപാടുകളിൽ ഞങ്ങൾ സ്വാഭാവികമായും അബദ്ധങ്ങൾ ചെയ്തു. അവയിൽ പലതും ആൽക്കഹോളിസത്തിൽ നിന്നുള്ള അറിവില്ലായ്മയിൽ നിന്നുമാണ് ഉണ്ടായത്. ആൽക്കഹോളിസത്തിൽ നിന്നെ കുറിച്ചുള്ള അറിവില്ലായ്മയിൽ നിന്ന് പല അബദ്ധങ്ങൾ ചെയ്തു ഭാര്യമാര്, മദ്യപന്റെ ഭാര്യമാർ. ഞങ്ങൾ രോഗസ്ഥരായ മനുഷ്യന്മാരുമായിട്ടാണ് ബന്ധപ്പെടുന്നതെന്ന് ചിലപ്പോഴൊക്കെ അവ്യക്തമായി മണത്തറിയാൻ കഴിഞ്ഞിരുന്നു. അമിത മദ്യപാന രോഗത്തിന്റെ യഥാർത്ഥത്തിലുള്ള പ്രകൃതം പൂർണ്ണമായി മനസ്സിലാക്കാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ തികച്ചും വ്യത്യസ്തമായ രീതിയിൽ ഞങ്ങൾ പെരുമാറുമായിരുന്നു. സ്വന്തം കുഞ്ഞുങ്ങളെയും ഭാര്യമാരെയും സ്നേഹിക്കുന്ന ആൾക്ക് ഇത്രയും കഠിനമായും ക്രൂരമായും പ്രവർത്തിക്കാൻ എങ്ങനെ കഴിയുമെന്ന് ഞങ്ങൾ ചിന്തിച്ചു. എത്ര ഷോക്കിംഗ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആണ് ഓർക്ക്. അറിവില്ലായ്മ കൊണ്ട് ഉണ്ടായിട്ടുള്ള കുറെ പ്രശ്നങ്ങൾ. അതിനുശേഷം ഈ ഇതൊക്കെ അണ്ടർലൈൻ ചെയ്ത് ഹൈലൈറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നോക്കുമ്പോൾ ഇതിനകത്ത് ഈ ഭാഗം വളരെ ഇമ്പോർട്ടന്റ് ആണ്. അമിത മദ്യപാന രോഗത്തിന്റെ യഥാർത്ഥത്തിലുള്ള പ്രകൃതം പൂർണ്ണമായി മനസ്സിലാക്കുവാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ വ്യത്യസ്തമായ രീതിയിൽ ഞങ്ങൾ പെരുമാറുമായിരുന്നു. പക്ഷെ അറിയില്ല, സ്വന്തം കുഞ്ഞുങ്ങളെയും ഭാര്യമാരെയും സ്നേഹിക്കുന്ന ആളുകൾക്ക് ഇത്രയും കഠിനമായും ക്രൂരമായും പ്രവർത്തിക്കാൻ എങ്ങനെ കഴിഞ്ഞു എന്ന് ഞങ്ങൾ ചിന്തിച്ചു. ഇത്രയും കാര്യമായിട്ട്, കാരണം മദ്യപാനികള് ഒത്തിരി മദ്യപാനികളുണ്ട്. ശരിക്കും കുടുംബത്തെ സ്നേഹിക്കുന്നവരാണ്, സ്നേഹിച്ചിട്ടുള്ളവരാണ്. പക്ഷെ മദ്യം ചെന്ന് കഴിഞ്ഞാൽ നേരെ ചെകുത്താനായിട്ട് മാറുകയാണ്. ആ രീതിയിലുള്ള ഒരു സ്ത്രീ ചിന്തിക്കുകയാണ്, ഇത് എങ്ങനെ ഈ മനുഷ്യൻ ഇങ്ങനെ മാറിപ്പോകുന്നു. കാരണം അവർക്ക് മനസ്സിലാവുന്നില്ല ഈ രോഗത്തിന്റെ പ്രശ്നം എന്നുള്ള അവർക്ക് മനസ്സിലാവും. ഇന്ന് നമുക്ക് മനസ്സിലാവും എന്തുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തതെന്നുള്ളത്, എന്തുകൊണ്ടാണ് ഞാൻ വഴിവിട്ട ജീവിത രീതി അവലംബിച്ചെന്നുള്ളത്. അതുകൊണ്ട് ഈ അലനോണിന്റെ, കാരണം നമ്മളുടെ ഈ പ്രോഗ്രാം 1935 ആരംഭിക്കുന്നു, 1939 ബുക്ക് വരുന്നു. അതിനുശേഷം 14 വർഷം അതിന്റെ കഴിഞ്ഞിട്ടാണ് അലനോൺ എന്നുള്ള പ്രോഗ്രാം ഉണ്ടാകുന്നത്. അലനോൺ ഇല്ലാത്ത സമയത്ത് നടക്കുന്ന കാര്യമാണെന്ന് ഓർക്കണം. അത് ഇന്നും അതേപോലെ തന്നെ നടന്നു പോകുന്നു പറഞ്ഞു. അപ്പൊ എത്ര ദിവ്യമായിട്ടും വിശുദ്ധമായിട്ടുള്ള വാചകങ്ങളാണ് ഇതിനകത്ത് എഴുതി വെച്ചിരിക്കുന്നതെന്നും മനസ്സിലാക്കുക. അലനോൺ അത് എത്ര വർഷം കഴിഞ്ഞിട്ടുണ്ടായിട്ടുള്ളത്? Under these conditions, we naturally made mistakes. Some of them rose out of ignorance of alcoholism. കുറച്ച് കാര്യങ്ങൾ ഉണ്ടായതാണ് ഇഗ്നറൻസ്. ഞാനത് അണ്ടർലൈൻ ചെയ്തത്. അതുകൊണ്ട്
sometimes we sensed dimly that we were dealing with a sick man. Sick. Had we fully understood the nature of the alcoholic illness, we might have behaved differently. ഞങ്ങൾക്ക് ഇതിനെക്കുറിച്ച് അമിത മദ്യാസക്തി എന്നൊരു രോഗമാണെന്ന് ബോധ്യമുണ്ടായിരുന്നുവെങ്കിൽ ഞാൻ ഒരുപക്ഷെ ഇങ്ങനെ പ്രവർത്തിക്കുമായിരുന്നില്ല. ഇന്ന് ഉള്ളതുകൊണ്ട് എന്നുള്ള ഒരു മഹാ സംഭവം, ദൈവത്തിന്റെ ഡിവൈൻ ഇന്റർവെൻഷൻ ഉണ്ടായ സംഭവം ഇന്നെന്താണ് കോടിക്കണക്കിന് ആളുകൾ ജീവിച്ചിരിക്കുന്നു. ഒരു മദ്യപാനി റിക്കവറിയിൽ വന്നിട്ട് എത്ര പേരാന്ന് നമുക്കറിയാലോ. ആവറേജ് ഒരു 10-12 പേരെങ്കിലും രക്ഷപ്പെടുന്നു എന്ന് ഓർക്കണം. പക്ഷെ ഇന്നും ഈ മെസ്സേജ് കിട്ടാതെ തപ്പിത്തടയുന്ന എത്രയോ സ്ഥലങ്ങളുണ്ട്. നമ്മുടെ കേരളത്തിൽ പോലും ഉണ്ട്. എത്രയോ ചില ജില്ലകളിലെങ്കിലും കാണും. ചിലപ്പോൾ ഇല്ലാന്ന് പറഞ്ഞാൽ എല്ലാ ജില്ലകളിലൊക്കെ അയക്കാമായിരിക്കും. എങ്കിൽ പോലും എത്രയോ ചെറിയ ചെറിയ സിറ്റികളുണ്ട് നമ്മുടെ നാട്ടിൽ. നമ്മുടെ നാട് എന്ന് പറഞ്ഞാൽ ഫുൾ ഓഫ് സിറ്റീസ് അല്ല, അത്രയ്ക്ക് ജനനിബിഡമായിട്ട് താമസിക്കുന്നില്ല. ഞാനൊക്കെ താമസിക്കുന്ന ഈ കോലഞ്ചേരി പോലും കഴിഞ്ഞൊരു 3-4 വർഷം വരും മീറ്റിംഗ് തുടങ്ങി. മൂവാറ്റുപുഴ കഴിഞ്ഞാൽ പിന്നെ മീറ്റിങ്ങിന് തൊടുപുഴ പോകുന്നു, വാഴക്കുളത്ത് ഉണ്ടെന്ന് തോന്നുന്നു. ഇതുപോലെ തന്നെ ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ പെരുമ്പാവൂർ കഴിഞ്ഞാൽ പിന്നെ തൃശ്ശൂർ ചാലക്കുടിയിൽ വരും. അതിനിടയ്ക്കൊക്കെ മീറ്റിങ്ങുകളില്ല. അവിടെ എല്ലാം ചെറിയ ചെറിയ സിറ്റികളുള്ള സ്ഥലങ്ങളാണ്. തൃശ്ശൂർ തന്നെ എത്ര വലിയൊരു ബ്രാഞ്ചുള്ള ഒരു സിറ്റിയാണ്. പിന്നെ നോക്കുമ്പോ ഇന്നും നമ്മള് നമ്മുടെ കേരളത്തിലൊക്കെ ഉള്ള എയെ കുറിച്ചുള്ള ഒരു ശരിയായിട്ടുള്ള മെസ്സേജ് കൺവേ ചെയ്തിട്ടുണ്ടോ എന്ന കാര്യത്തിൽ സംശയമുണ്ട്. എനിവേ, ഞങ്ങൾ അവരുടെ 107-ാമത്തെ പേജിന്റെ ഏറ്റവും താഴെ ഞങ്ങൾ അവരുടെ ഹൃദയ ശൂന്യതയെക്കുറിച്ച് ബോധ്യപ്പെടുന്ന നിമിഷത്തിൽ തന്നെ ഞങ്ങളുടെ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധയും പ്രതിജ്ഞകളും ഒക്കെയായി ഭർത്താക്കന്മാർ അത്ഭുതപ്പെടുത്തിയിരുന്നു. കുറെ നാളത്തേക്ക് അവർ പഴയ നല്ലവരായി അഭിനയിച്ചിരുന്നു. പക്ഷെ ഈ പുതുതായ സ്നേഹവായ്പ ഒരിക്കൽ കൂടി പൊട്ടിച്ചെറിയുന്നതിന് വേണ്ടിയായിരിക്കും. എന്തുകൊണ്ടാണ് വീണ്ടും കുടിക്കുന്നത് ചോദിച്ചാൽ മറുപടിയായി എന്തെങ്കിലും നിസ്സാരമായ ഒഴികഴിവുകൾ അവർ പറയും, അല്ലെങ്കിൽ മറുപടിയായി ഒന്നും പറയാതിരിക്കും. അത് വളരെ അന്താളിപ്പിക്കുന്നതോ ഹൃദയഭേദവുമായിരുന്നു. ഞങ്ങൾ വിവാഹം കഴിച്ച ഈ ആളുകളുടെ കാര്യത്തിൽ അത്രമേൽ തെറ്റുപറ്റിയെന്ന് ഞങ്ങളോട് തന്നെ ചോദിച്ചു. കുടിക്കുമ്പോൾ അവർ തികച്ചും വിചിത്രമായ മനുഷ്യരായിരുന്നു. ചിലപ്പോൾ അവരിലേക്ക് ഒട്ടും കടന്നു ചെല്ലാൻ പറ്റാത്ത രീതിയിൽ ഒരു വലിയ മതിൽ അവർക്ക് ചുറ്റും കെട്ടിപ്പൊക്കിയതായിട്ടുള്ളതായി തോന്നുന്നു. ഇത് ഓരോ വാക്കുകളെ കുറിച്ചും വിശദമായിട്ട് ചിന്തിച്ചു കഴിഞ്ഞ് എത്രമാത്രം വലിയ ഇതാണ് നമ്മളുടെ ജീവിതത്തിൽ നമ്മുടെ ഭാര്യമാരോടും മക്കളുടെയൊക്കെ തലയിലൊക്കെ കൈവച്ച് സത്യം ചെയ്ത് ഈസ്റ്ററിനും ക്രിസ്തുമസിനും വിഷുവിനും ഓണത്തിനും ഒക്കെ ആയിട്ട് ബർത്ത്ഡേക്ക് പിള്ളേരുടെ മക്കളുടെയൊക്കെ തന്നെ അങ്ങനെയൊക്കെയുള്ള രീതിയിൽ അത് 4 ദിവസം 10 ദിവസത്തേക്ക് കുടിക്കാതെ വളരെ നല്ല രീതിയിലൊക്കെ വന്നു കഴിഞ്ഞിട്ട് ഒരു ദിവസം വീണ്ടും ഇതേ കിടക്കണം പറഞ്ഞണം. ആളെ എടുത്തുകൊണ്ട് ചിലപ്പോൾ ഓട്ടോറിക്ഷക്കാരോ അല്ലെങ്കിൽ കാറ് വേറൊരാൾ ഓടിച്ചുകൊണ്ട് എന്നിട്ട് താക്കോല് വന്നിട്ട് പോകുന്നു. എന്തെല്ലാം ഹൃദയ ഭേദവുമായിരുന്നു. കല്യാണം കഴിക്കുന്ന സമയത്തൊക്കെ ഒരു ഭാര്യയ്ക്ക് ഭർത്താവിനോട് എത്രയൊക്കെ പ്രതീക്ഷകൾ ഉണ്ടാവും അല്ലേ? ഇവിടെ വാക്കൊന്ന് ആലോചിച്ച് നോക്കി, എഴുതിയിരിക്കുന്ന നോക്ക്. ഞങ്ങൾ വിവാഹം കഴിച്ച ഈ ആളുകൾക്ക് അത്രമേൽ തെറ്റുപറ്റിയെന്ന് ഞങ്ങളോട് തന്നെ ചോദിച്ചു. കാരണം കൂടുതലും കഴിയുന്നതും എല്ലാവരും വളരെ സൂക്ഷിച്ചാണല്ലോ ഈ വിവാഹം എന്നുള്ളൊരു ഡിസിഷൻ എടുക്കുന്നത്. ആ ഡിസിഷൻ എടുത്തതിൽ എല്ലാവരും വളരെ എല്ലാവരും നിങ്ങൾ ഇപ്പോൾ ഇതിനകത്ത് കല്യാണം കഴിച്ചിട്ടുള്ളവരൊക്കെ ഒന്നും ആ കല്യാണ ദിവസത്തേക്ക് ഒന്ന് പുറകോട്ട് പോയി. പള്ളിയിലോ ക്ഷേത്രത്തിലോ, പള്ളി ക്ഷേത്രം അല്ലെങ്കിൽ പിന്നെ ഇസ്ലാമിലുള്ളവർക്കാണെങ്കിൽ വീടുകളിലൊന്നും എനിക്കറിയത്തിനെ കുറിച്ച് കൃത്യമായിട്ട് അറിയത്തില്ല. ഏതായാലും ഒരു വളരെ വിശുദ്ധമായിട്ടുള്ള ഒരു ദിവസമാണ് എല്ലാ പുരുഷന്റെ സ്ത്രീയുടെ ആ ദിവസം അല്ലെ.
ആ ദിവസത്തിലുള്ള ആ ഒരു അന്തരീക്ഷം, അത് കഴിഞ്ഞിട്ടുള്ള കുറെ ദിവസത്തെ ഇതുണ്ട്. അതിനുശേഷം കുറെ കഴിയുമ്പോൾ ഇതെല്ലാം തല കീഴ്മേൽ മറിയുന്ന പോലെ മറിഞ്ഞു വരുന്ന കഴിയുമ്പോഴുള്ളൊരു അവസ്ഥ, അതിനെക്കുറിച്ച് ഒന്ന് ആലോചിച്ചൊക്കെ. നമ്മുടെ ലാസ്റ്റ് നമ്മളുടെ അവസാനത്തെ നാളുകളുടെ കുടിയുടെ ആ അവസ്ഥ വരെയുള്ള കാര്യത്തെ കുറിച്ചൊന്ന് പുറകോട്ടൊന്നും നമ്മുടെ സിനിമയിലൊക്കെ അപ്പോ കാണുന്ന പോലെ ഒന്ന് പുറകോട്ടൊന്ന് പോയിട്ട് വന്നു. നമുക്ക് അതിനൊരു മിനിറ്റ് പോലും വേണ്ട അല്ലെ, ഇത്രയും ചിന്തിച്ചെടുക്കാനായിട്ട്. അതിനുശേഷമുള്ള ചിലരുടെ വളരെ ഹാർഡ് കോർ ആയിട്ടുള്ള കുടിയുടെ കാര്യത്തില് ചുറ്റും ഒരു ചിലപ്പോൾ അവരിലേക്ക് ഒട്ടും കടന്നു ചെല്ലാൻ പറ്റാത്ത ഒരു വലിയ മതിൽ അവർക്ക് ചുറ്റും കെട്ടിയിട്ടുള്ളത്, ആരെയും സഹായിക്കാൻ പോലും അനുവദിക്കാത്ത രീതിയിൽ മദ്യപാനി കുടിച്ചുകൊണ്ടിരിക്കും. തൊട്ട് സമ്മതിക്കത്തില്ല എന്ന് പറയണം പുള്ളി. ആ ഒരു അവസ്ഥയിലേക്ക് എന്നിട്ട് അപകടകാരിയായിട്ട് മാറുക. അതാണ് അതിന്റെ മെയിൻ ആയിട്ടുള്ള കാര്യം പറഞ്ഞത്. ടച്ച് ചെയ്താൽ സംഗതി പോകും, അത്രമാത്രം ഒരവസ്ഥയാണ്. യെസ്, അടുത്ത പാരഗ്രാഫ്. അവരവരുടെ കുടുംബാംഗങ്ങളെ സ്നേഹിച്ചിരുന്നില്ലെങ്കിൽ തന്നെ അവരുടെ കാര്യത്തിൽ പോലും അന്ധരാകുവാൻ അങ്ങനെ കഴിഞ്ഞുവെന്ന് ഞങ്ങൾ ബോധ്യം. അവരുടെ കാര്യവിവേചന ശക്തിക്കും സാമാന്യ ബുദ്ധിക്കും മനോബലത്തിനും എന്തു പറ്റി? മദ്യപാൻ എന്നാൽ അവരുടെ നാശമാണെന്ന് എന്തുകൊണ്ട് അവർക്ക് കാണാൻ കഴിയുന്നില്ല? ഈ അപകടങ്ങളൊക്കെ ചൂണ്ടിക്കാണിക്കുമ്പോൾ അതൊക്കെ ശരിവെക്കുകയും പിന്നീട് ഒട്ടും വൈകാതെ കുടിയിലേക്ക് വീണ്ടും തിരിച്ചു പോയിരുന്നു. ഇതൊക്കെ ഞങ്ങളെ കുഴപ്പിയ ചോദ്യങ്ങളാണ്. നമുക്ക് എന്തൊരു വലിയൊരു മെസ്സേജ് നമുക്ക് കിട്ടിയിരിക്കുന്നു നോക്കി. ഈ 1935 34 ബിൽ വിൽസൺ എന്ന് പറഞ്ഞൊരു വ്യക്തിയിലേക്ക് ഇതിന്റെ ഒരു തുള്ളി അല്ലെങ്കിൽ ഒരു പ്രകാശത്തിന്റെ ഒരു കിരണം പകർന്ന് ദൈവം കൊടുത്തു. അത് ഇന്നും നിലനിൽക്കുന്നു. നമ്മൾ കൈമാറി പോകുന്നു. അദ്ദേഹം വെറുതെ ഇരുന്നോ? ഇല്ല. അദ്ദേഹം ആശുപത്രിയിലെ ബെഡിൽ കിടന്നുകൊണ്ടാണ് ഈ 12 പടികളുടെ അതിൽ അദ്ദേഹത്തിന്റെ മനസ്സിൽ കൂടി ആ ഒരു അനുഭവം ഉണ്ടാകുന്നത്. ആ അനുഭവം നമുക്ക് ചിന്തിക്കാൻ പറ്റുമോ? ആശുപത്രി കിടന്നുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ഒരു 4th and 5th സ്റ്റെപ്പും 6 കഴിഞ്ഞെ കുറിച്ചുള്ള സന്നദ്ധത വരെ അദ്ദേഹത്തിന് കൃത്യമായിട്ട് പറയുന്നുണ്ടല്ലേ. നമ്മുടെ ഭാഗത്തേക്ക് ഞാൻ വായിക്കാൻ പോകുന്നില്ല, നിങ്ങൾക്ക് അറിയാവുന്നതാണ്. അതിന് നമ്മളിവിടെ എടുത്തപ്പോൾ ബില്ലിന്റെ കഥയിൽ അത് നല്ല രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. എന്നാലും ഞാൻ പേജ് ഒന്നെടുത്ത് പറയാം, നിങ്ങളെടുത്ത് സൗകര്യം പോലെ എടുത്ത് വായിക്കും. ബില്ലിന്റെ കഥയില് ബിൽ വിൽസൺ ആശുപത്രി കിടക്കുമ്പോൾ ഇംഗ്ലീഷില് 13ാമത്തെ പേജില്, അല്ല മലയാളത്തില് 13ാമത്തെ പേജില്. ആശുപത്രിയിൽ അവസാനമായി ഞാൻ മദ്യത്തിൽ നിന്ന് വേർപെടുത്തപ്പെട്ടു. ചികിത്സിക്കുന്നതാണ് ബുദ്ധിയെന്ന് തോന്നി. കാരണം ഞാൻ മദ്യപാനം കൊണ്ടുണ്ടാകുന്ന അതിവിഭ്രഹങ്ങൾ കാണിച്ചു തുടങ്ങിയിരുന്നു. അവിടെ വിനീതനമായി എന്നെ തന്നെ ഞാൻ അന്ന് മനസ്സിലാക്കി വെക്കുള്ള ദൈവത്തിന് സമർപ്പിച്ചു എന്ന് പറഞ്ഞു തുടങ്ങുന്ന വാക്കുപോലെ ആ പാരഗ്രാഫ് അടുത്ത പേജിലുള്ള ആദ്യത്തെ പാരഗ്രാഫ് മാറി വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. ദൈവത്തിന്റെ ഇടപെടൽ സഡൻ, പെട്ടെന്നായിരുന്നു. അദ്ദേഹത്തിന്റെ കാര്യത്തിൽ പെട്ടെന്നായിരുന്നു. നമ്മൾക്ക് പെട്ടെന്നല്ലെങ്കിലും ഒരു കൊല്ലെങ്കിലും എടുത്തു 4-5 പടി ചെയ്തുകൂടെ? ഇത് നമുക്ക് അറിവില്ലാത്തവരൊന്നും അല്ല, എല്ലാവരും മിടുക്കന്മാരാണ്. നമ്മൾ ഗോഡ് ക്രിയേറ്റഡ് ദ മാസ്റ്റർ പീസസ്, മാസ്റ്റർ ക്രാഫ്റ്റ്സ്മാൻ. അദ്ദേഹത്തിന്റെ ഏറ്റവും നല്ല ശില്പങ്ങളിലെ ഏറ്റവും നല്ല ശില്പമാണ് മനുഷ്യൻ. ദൈവത്തിന്റെ സൃഷ്ടിയിൽ ചിന്തിക്കാൻ കഴിവ് വന്നിട്ടുണ്ട്, തെരഞ്ഞെടുക്കാൻ കഴിവ് വന്നിട്ടുണ്ട്. പക്ഷെ നമ്മൾ എന്താ ചെയ്ത് ആ കഴിവിനെ എല്ലാം ദുരുപയോഗം ചെയ്ത ഒരു സമൂഹമാണ് അമിത മദ്യപാനാസക്തർ. നമുക്ക് മറ്റേ സാധാരണക്കാരൊക്കെ ഉണ്ട്, പക്ഷെ നമുക്കൊരു വീണ്ടും ഒരു ഓപ്പർച്യൂണിറ്റി കൂടെ തന്നിരിക്കുന്നതാണ്. ഞങ്ങൾ പുനർജനിക്കപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് 5ാമത്തെ ചാപ്റ്ററിലുള്ള വാക്ക്, ഞങ്ങൾ പുനർജനിക്കപ്പെട്ടു. അത് വേറെ ആർക്കും കിട്ടാത്തതാണ്. അതും നമ്മളെ സംബന്ധിച്ചിടത്തോളം മദ്യപാനികൾക്ക് മാത്രം കിട്ടിയതാണ്. അപ്പൊ ഇവിടെ നമ്മൾ ഈ അറിവുകൾ നമുക്ക് ശരിക്കും ബോധ്യമുണ്ടാവണം. അതുകൊണ്ട് ഈ ഭാര്യമാര് ചിന്തിക്കും, ഇദ്ദേഹത്തിന് ഇത്രയ്ക്ക് ഈ വിൽ പവർ അല്ലെ, വിൽ പവർ എന്നാണ് മനോബലം. ഇതിനൊക്കെ അവർക്ക് അന്ന് ആൽക്കഹോളിസത്തെ കുറിച്ച് അറിയത്തില്ല. അതുകൊണ്ടാണ് ഈ വിൽ പവറിനെ കുറിച്ചൊക്കെ എന്ത് പറ്റുന്നത്. കാരണം അത്രയ്ക്ക് നല്ല മിടുക്കനാണ്.
എന്തെങ്കിലും കാര്യത്തിലൊക്കെ ചില ആളുകൾക്ക് ചില പിടിവാശികളും പോളിസികളൊക്കെ ഉണ്ടല്ലോ. ഞാൻ ഇന്ന രീതിയിൽ ഇന്ന ഡ്രസ്സാ ധരിക്കുള്ളൂ, ഇന്നതാ ചെയ്യുള്ളൂ എന്നൊക്കെ തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് തന്നെ അങ്ങനെയുള്ള കാര്യത്തിലൊക്കെ വളരെ ഇതായിട്ട് ചെയ്യുന്നവരെയുള്ള അതുമാതിരി തന്നെ ഇന്ന ഭക്ഷണം കഴിക്കത്തില്ല എന്നുള്ള ഒരു നല്ല പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ, നെഗറ്റിവിറ്റി ഒന്നുമില്ല. അത് ആയിരിക്കും ചിലപ്പോൾ അഭിമാനം തോന്നും അങ്ങനെയുള്ള കാര്യങ്ങളിൽ. മനസ്സിലായില്ല? ഇത്രയും കഴിവുള്ള ആൾക്ക് എന്ത് പറ്റി? കാര്യ വിവേചന ശക്തിക്കും സാമാന്യ ബുദ്ധിക്കും മനോബലത്തിനും എന്ത് പറ്റി? മനസ്സിൽ വരുന്ന ചോദ്യമാണ്. മദ്യപാനം എന്നാൽ അവരുടെ നാശമാണ് എന്ന് എന്തുകൊണ്ട് അവർക്ക് കാണാൻ കഴിയുന്നില്ല? പല പ്രാവശ്യം എന്താണ് ടെസ്റ്റ് ചെയ്തിട്ടുള്ള ഈ വ്യക്തിക്ക് എന്ത് പറ്റുന്നു? How could men who loved their wives and children be so unthinking, so callous, so cruel? There could be no love in such persons, we thought. And just as we were being convinced of their hurtlessness, they would surprise us. The fresh, അത് നമ്മൾ മുമ്പ് വായിച്ചു പോയതാണ്. ഇതാണ് ഇപ്പൊ നമ്മൾ വായിച്ചിരിക്കുന്ന ഭാഗമാണ്. And even if they did not love their families, how could they be blind them for themselves? തന്നെ സ്നേഹിക്കണ്ട, കുടുംബത്തിനെ സ്നേഹിക്കണ്ട, പക്ഷെ തന്നോട് തന്നെ എന്തുകൊണ്ട് സ്നേഹിച്ചുകൂടാ? വാട്ട് ഹാഡ് ബിക്കം their judgment, their common sense, their will power? അവരങ്ങനെ ചിന്തിക്കും. നമ്മൾ മദ്യത്തിന്റെ കാര്യത്തിൽ വിൽ പവർ ഇല്ല എന്നുള്ളത് അവർക്കറിയോ? നമ്മളിപ്പോ ഏര് വന്നുകൊണ്ടല്ലോ നമുക്ക് മനസ്സിലായത് ഇതിനകത്ത് യാതൊരു വിൽ പവറും ഇല്ല. വിൽ പവർ ഉണ്ടാകുന്ന പിന്നെ നമ്മളാരും ഇവിടെ നിന്ന് എന്നുള്ള പ്രോഗ്രാം ഉണ്ടാവില്ല. ആ വ്യക്തിയിൽ കൂടി ഉണ്ടായിട്ടുള്ള ആ അനുഭവം നമുക്ക് പകർന്നു തന്നാണെങ്കിൽ നമ്മൾ അതിനെ ഫോളോ ചെയ്തിരിക്കണം. അല്ലെങ്കിൽ ഞാനൊരു അംഗമാണെന്ന് പറഞ്ഞ് നടക്കുന്നതിനകത്ത് എന്താ അർത്ഥമുള്ള? ഒരർത്ഥമില്ല. യു ഹാവ് ടു ഫോളോ. വളരെ കർശനമായ ഭാഷയിലാണ് എഴുതുന്നത്. റെയർലി ഹാവ് യു സീൻ എ പേഴ്സൺ thoroughly follow our path, thoroughly follow. ഈ അപകടങ്ങളൊക്കെ ചൂണ്ടിക്കാണിക്കുമ്പോൾ അതൊക്കെ ശരിവെക്കുകയും പിന്നീട് ഒട്ടും വൈകാതെ കുടിയിലേക്ക് വീണ്ടും തിരിച്ചു വരും. ഇതൊക്കെ ഞങ്ങളെ കുഴക്കുക. കാരണം അവർക്ക് അറിയത്തില്ല വാട്ട് ഈസ് ആൽക്കഹോളിസം എന്നുള്ളത്. അപ്പൊ ഇവിടെ ഈ നമ്മുടെ ഇപ്പൊ ഈ ബുക്കൊക്കെ ഉണ്ടായതിനു ശേഷം അവർക്ക് ഇതിനെ കുറിച്ചൊക്കെ മനസ്സിലാക്കി കൊടുക്കാനായിട്ട് മനസ്സിലാവും. അടുത്ത പാരഗ്രാഫ് എടുക്കാം നമുക്ക്. ഒരു അമിത മദ്യപാന രോഗിയായ ഭർത്താവിനോടൊത്ത് ജീവിക്കുന്ന ഓരോ സ്ത്രീയുടെ മനസ്സിലൂടെ കടന്നു പോകുന്ന ചോദ്യങ്ങൾ ചിലതാണിത്. ചില ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം ഈ പുസ്തകം നൽകിയിട്ടുണ്ടെന്ന് ഞങ്ങൾ കരുതുന്നു. എല്ലാ കാര്യങ്ങളും വികലമാക്കപ്പെട്ടവനും അതിശോക്തി നിറഞ്ഞ അമിത മദ്യപാനാസക്തിയുടെ വിചിത്രമായ ലോകത്ത് ജീവിക്കുന്നവനുമാകാം നിങ്ങളുടെ ഭർത്താവ്. അയാളുടെ പരമാവധി ആത്മാർത്ഥതയിൽ നിങ്ങളെ സ്നേഹിക്കുന്നു എന്ന് കാണാൻ കഴിയും. തീർച്ചയായും അനുയോജ്യമല്ലാത്ത രീതികൾ ധാരാളം ഉണ്ടാവാം. പക്ഷേ മിക്കവാറും കാര്യങ്ങളിൽ അമിത മദ്യപാന രോഗി സ്നേഹശൂന്യനും വേണ്ടത്ര പരിഗണനകൾ നൽകാത്ത ആളുമായി കാണപ്പെടുന്നില്ല എന്നേ ഉള്ളൂ. എത്ര പോസിറ്റീവായിട്ട് നമ്മളെ കുറിച്ച് പറയുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മളെ ഈ 7ാമത്തെ പടിയുടെ പ്രാർത്ഥന എന്നിലുള്ള നന്മയും തിന്മയും ഇല്ല. ഞാൻ 7ാമത്തെ പടിയുടെ 7th സ്റ്റെപ്പ് പ്രയർ മലയാളത്തിൽ വായിക്കില്ല. യെസ്, എന്റെ ദൈവം എന്നിലുള്ള എല്ലാത്തിന്റെയും നന്മയുടെയും തിന്മയുടെ അധിപൻ. നമ്മളില് നന്മയുണ്ടെന്നുള്ളതിനെ കുറിച്ച് ഒരു ഗ്യാരണ്ടി അല്ലേ ഇത്? നന്മ, ഈ നന്മകളൊക്കെ ഉണ്ട്. പക്ഷെ എന്തുകൊണ്ട് ഇദ്ദേഹത്തിന് ഇതൊന്ന് മാറിപ്പോകാനായിട്ട് പറ്റുന്നില്ല എന്നുള്ളതാണ് അവരെയൊക്കെ സംബന്ധിച്ചോളം. ഇവൻ മദ്യപാനിക്ക് പോലും പലപ്പോഴും നമ്മൾ മദ്യപാനികൾ എന്നെക്കൊണ്ട് ഇതിന് എന്തുകൊണ്ട് സാധിക്കുന്നില്ല നമ്മൾ പറയാറില്ല, എന്നെ കൊണ്ട് പറ്റുന്നില്ല. യെസ്, ചില ചോദ്യങ്ങൾക്ക് ഇത്തരം പുസ്തകം നൽകിയിട്ടുണ്ട്, ഉത്തരം നൽകിയിട്ടുണ്ട്. എല്ലാ കാര്യങ്ങളും വികലമാക്കപ്പെട്ടവൻ അതിശോക്തി നിറഞ്ഞ അമിത മദ്യപാനാസക്തിയുടെ വിചിത്രമായ ലോകത്ത് ജീവിക്കുന്നതിനുമായി നിങ്ങൾ ഓർത്ത് അയാളുടെ പരമാവധി ആത്മാർത്ഥത്തിൽ നിങ്ങളെ സ്നേഹിക്കുമെന്ന് കാണാൻ കഴിയും. തീർച്ചയായും അനുയോജ്യമല്ലാത്ത രീതികൾ ധാരാളമുണ്ട്. പക്ഷേ മിക്കവാറും കാര്യങ്ങൾ അമിത മദ്യപാന രോഗി സ്നേഹശൂന്യനും വേണ്ടത്ര പരിഗണനകൾ നൽകാത്ത ആളുമായി കാണപ്പെടുന്നില്ല എന്നുള്ളൂ. അയാൾ രോഗം കൊണ്ട് ആസകലം പൊതിയപ്പെട്ടവനും പരിക്ഷീണനുമായതുകൊണ്ടാണ് ഈ ഭയാനകമായ കാര്യങ്ങൾ ചെയ്യുന്നത്.
ഇന്ന് ഞങ്ങളുടെ ഭർത്താക്കന്മാരിൽ മിക്കവരും കൂടുതൽ നല്ല ഭർത്താക്കന്മാരും കൂടുതൽ നല്ല പിതാക്കന്മാരും ഒക്കെയാണ്. അപ്പൊ ഇത് റിക്കവറിയിൽ വന്നിട്ടുള്ള ആളുകളെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ഭാര്യമാരുടെ കമന്റ് മനസ്സിലായില്ലേ. ഇന്ന് രോഗമാണെന്നുള്ളവർക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നു. അദ്ദേഹം മീറ്റിങ്ങുകൾക്കും ഈ സ്പിരിച്വൽ പ്രിൻസിപ്പിൾസ് ജീവിതത്തിൽ പാലിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഇദ്ദേഹം ഇങ്ങനെ പ്രവർത്തിക്കുന്നതെന്ന് അവർക്ക് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ടാണ് അവർ പറയും ഇന്ന് ഞങ്ങളുടെ ഭർത്താക്കന്മാരിൽ മിക്കവരും കൂടുതൽ നല്ല ഭർത്താക്കന്മാരും കൂടുതൽ നല്ല പിതാക്കന്മാരും ഒക്കെ ഉണ്ട്. മുമ്പത്തേക്കാൾ നല്ല രീതിയിൽ ഒരു ഡിസിപ്ലിൻഡ് ലൈഫിലേക്ക് വരുന്നുണ്ട്. അപ്പൊ ആ ഒരു ഇതാണ് ഇതിനകത്ത് ഈ ഒറ്റയ്ക്ക് ഈ പ്രോഗ്രാം നമ്മുടെ കുടുംബത്തിലുള്ളവർ അറിഞ്ഞിരിക്കണം. നമ്മുടെ രോഗത്തെക്കുറിച്ച്, നമ്മുടെ രീതികളെ കുറിച്ച് കുടുംബത്തിൽ മനസ്സിലാക്കാൻ പറ്റുന്ന ഭാര്യാഭർത്താക്കന്മാരുള്ള മിസ്അണ്ടർസ്റ്റാൻഡിങ്സ് ഉണ്ടെങ്കിൽ അവർ തീർച്ചയായിട്ടും അലനോൺ മീറ്റിങ്ങിന് പോകുന്നതാണ് നല്ലത്. നമ്മൾ കാര്യം പരോക്ഷമായിട്ട് ആണ് അതിനെക്കുറിച്ച് പറയുന്നുണ്ടെങ്കിലും, കാരണം അത് നമ്മളുടെ ഒരു ബ്രാഞ്ച് സംഘടനയല്ല. അത് മനസ്സിലായില്ല. അത് ടോട്ടലി 12 സ്റ്റെപ്പ് പ്രോഗ്രാം ചെയ്യുന്ന ഒരു ഫാമിലി ഗ്രൂപ്പാണ്. പക്ഷെ നമ്മളെല്ലാവരും അതിനെ അംഗീകരിച്ചിട്ടുണ്ട്. അവർക്ക് വേണ്ട സൗകര്യങ്ങളും നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. കാരണം അതിനകത്ത് പോകുന്നത് നമ്മുടെ ഭാര്യമാരാണ്. അതുകൊണ്ട് നമ്മളായിട്ട് അവരുടെ കാര്യങ്ങളിൽ നമ്മൾ ഇടപെടുന്നില്ല. പാരമ്പര്യം അനുസരിച്ച് നമ്മൾ അവർക്ക് ആയിട്ട് യാതൊരു അഫിലിയേഷനും ഇല്ല. അതാണ് അതിന്റെ ശരിയായ വാക്ക്. നോ അഫിലിയേഷൻ വിത്ത് അലനോൺ. ആൽക്കോഹോളിക്സ് അനോണിമസ് ആർ നോ അഫിലിയേഷൻ വിത്ത് അലനോൺ. ടോട്ടലി ഇൻഡിപെൻഡന്റ് ആണ് അവര്. ഈ ഒരു പാരഗ്രാഫ് എടുക്കാം. അയാൾ എന്ത് പറഞ്ഞാലും പ്രവർത്തിച്ചാലും നിങ്ങളുടെ അമിത മദ്യപാന രോഗിയായ ഭർത്താവിനെ നിന്ദിച്ച് സംസാരിക്കുവാൻ ശ്രമിക്കാതിരിക്കുക. അയാൾ ധാരണമായ രോഗമുള്ളവനാണ്, ഇന്നും വിവേചന ശക്തി നശിച്ചവനുമായ ഒരുവനാണ്. നിങ്ങൾ കഴിവതും അയാളോട് ന്യൂമോണിയ ബാധിച്ചു അവനോടെന്ന പോലെ കരുപ്പെരുമാറും. നിങ്ങളോട് ദേഷ്യപ്പെടുമ്പോൾ അയാൾ വളരെ അസുഖം പിടിച്ചവനാണെന്ന് ഓർക്കുക. അപ്പോൾ ഇവിടെ നമ്മൾ അവർക്ക് വീണ്ടും സഫർ ചെയ്യുന്ന ഒരു ആൽക്കഹോളിക്കിനെ എങ്ങനെ ഡീൽ ചെയ്യണമെന്നുള്ളത് ഭാര്യമാര് തന്നെ പറയാണ്. റിക്കവറിയിലേക്ക് ഒരു അലനോണിലേക്ക് വരുന്ന ഒരാളോട് അവർക്ക് കൊടുക്കാൻ ഒരു മെസ്സേജാണ്. ഇത് വായിക്കുമ്പോൾ നമുക്കും ഇതിനെക്കുറിച്ച് ഇന്നിപ്പോ ഈ ചാപ്റ്റർ പഠിക്കുമ്പോൾ നമുക്കും മനസ്സിലാവുകയാണ്. നമ്മൾ ഒരിക്കൽ കൂടി നമ്മളോട് ബോധ്യപ്പെടുത്തുക ഞാൻ എന്താണ് എന്റെ പ്രോബ്ലം എന്നുള്ളത്. കാരണം എന്താണ്, നമ്മൾ ഒരിക്കലും രോഗിയ ഭർത്താവിനെ നിന്ദിച്ച് സംസാരിക്കുക. അതുകൊണ്ടാണ് ഈ അലനോണിൽ പോകുന്ന ഒരാളാണ് ഈ ഭർത്താവിനെ നിന്ദിച്ച് സംസാരിക്കത്തില്ല. കാരണം ഈ പലരുടെയും ജീവിതത്തിലെ സാഹചര്യങ്ങൾ ഡിഫറെന്റ് ആയിരിക്കും. മനസ്സിലായില്ലേ? അപ്പൊ അതിന്റെ അനുസരിച്ചുള്ള രീതിയിൽ ഇതിനെ മനസ്സിലാക്കണം. കാരണം എല്ലാവർക്കും ഈ രീതി ഒന്നും അവലംബിച്ചാൽ ശരിയാണെന്നില്ല. ചിലർക്ക് രീതി അവലംബിക്കേണ്ട ആവശ്യവും വരാറില്ല. അപ്പൊ അതുകൊണ്ട് അവരവരുടെ രീതികൾ മനസ്സിലാക്കിക്കൊണ്ട് അതിനെ അനുസരിച്ച് നമ്മൾ പോകുന്നു. പക്ഷെ പോരാത്തതിന് ഏറ്റവും ഉപരിയായിട്ടുള്ളത് ദൈവം എന്നുള്ള ശക്തി ഇവിടെ പ്രവർത്തിക്കും. അതിൽ നമ്മൾ ഭാഗ്യവാന്മാരാണ്. മനസ്സിലായില്ല? ഇന്നും ഈ പറയുന്ന രീതിയിൽ ഇതിന് മനസ്സിലാക്കാൻ പറ്റാതെ നിൽക്കുന്ന ഭാര്യമാരും തമ്മിൽ കോർട്ട് കേസും ഇതുമായിട്ട് നടക്കുന്ന എന്തോരം ഫാമിലീസ് ആണുള്ളത്. എന്താ ചോദിച്ചാൽ ഭയങ്കര കൂടി ഒരു വിധത്തിലും ജീവിക്കാൻ പറ്റത്തില്ലെന്ന് പറയാം. അത് കാരണം ഞാൻ ഒഴിവാണ്. ഞാൻ മക്കളായിട്ട് ഞാൻ കുവൈറ്റിലാണ്, അല്ലെങ്കിൽ ദുബായിലാണ്, അല്ലെങ്കിൽ ഞാൻ അമേരിക്കയിലാണ്, കാനഡയിലാണ്, ഞങ്ങൾ നമ്മുടെ ജീവിച്ചോളാം, അങ്ങനെ എന്നെ ജീവിച്ചോട്ടെ എന്ന് പറയും. അപ്പൊ അത് സർവ്വസാധാരണമാണ്. മനസ്സിലായില്ല? ഇന്നത്തെ കാലത്ത് പിന്നെ കോർട്ടും കേസുമായിട്ട് നടക്കാം. അപ്പൊ അതുകൊണ്ട് ഈ കാര്യങ്ങൾ ഓർക്കുക. മനസ്സിലായില്ല? അപ്പൊ ഭാര്യമാരെത്ര ലോണിൽ വന്നു കഴിഞ്ഞ ഒരു സ്ത്രീ ഒരു ഭാര്യ എഴുതുന്ന വാക്കുകളാണ്. അയാൾ എന്ത് പറഞ്ഞാലും പ്രവർത്തിച്ചാലും നിങ്ങളുടെ അമിത മദ്യപാന രോഗിയായ ഭർത്താവിനെ നിന്ദിച്ച് സംസാരിക്കാൻ ശ്രമിക്കാതിരിക്കുക. അയാൾ ധാരണമായ രോഗമുള്ളവനും വിവേചന ശക്തി നശിച്ചവനും ഒരാളാണ്. നിങ്ങൾ കഴിവതും അയാളോട് ന്യൂമോണിയ ബാധിച്ച എന്നവനോടെന്ന പോലെ ഒരു രോഗിയെ പോലെ കരുതുക. നിങ്ങളോട് ദേഷ്യപ്പെടുമ്പോൾ അയാൾ വളരെ അസുഖം പിടിച്ചവനാണെന്ന് ഓർക്കുക. അപ്പൊ അവർക്ക് ഈ സ്റ്റെപ്സ് പ്രാക്ടീസ് ചെയ്യണം. നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നത് പോലെ തന്നെ അവർക്കും 12 പടികളുണ്ട്. അവരുടെ 12 പടികൾ എനിക്കറിയത്തില്ല. അതിൽ ബുക്കുകളൊക്കെ ഉണ്ട്. പക്ഷെ ഞാനത് ഇതിനകത്ത് സ്റ്റഡി ചെയ്തിട്ട് ഓരോരുത്തർക്ക് കൊടുത്തിട്ട് ഒരു ഇതുള്ള എല്ലാ അലനോന്റെ ബുക്കൊക്കെ ഞാൻ കളക്ട് ചെയ്തിരുന്നു. ഓരോരുത്തർക്കും. അപ്പൊ ഇന്നത്തെ നമുക്ക് ഇവിടെ നിർത്താം. ആർക്കെങ്കിലും എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടാവാൻ വഴിയില്ല. പക്ഷെ നിങ്ങളുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുക, അതിലും മതി. അപ്പൊ അടുത്ത 10-15 മിനിറ്റ് കൂടുതലുണ്ട്.
ഇത്രയൊക്കെ ആണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ നമുക്ക് അടുത്ത ആഴ്ചയിൽ കുറച്ചുകൂടെ ഇതിനെ കുറിച്ച് നമ്മളുടെ ഇതുണ്ടല്ലോ, നമുക്കൊരു നിയമ സംഹിത എന്ന് പറയുന്ന ഒരു ഇതുണ്ടല്ലോ, ലവ് ആൻഡ് ടോളറൻസ് ഈസ് അവർ കോഡ്, സ്നേഹവും സഹിഷ്ണുതയുമാണ് ഞങ്ങളുടെ നിയമസംഹിത. അത് ഈ ഭാഗത്ത് കുറച്ച് വരണം, അതിനെ മനസ്സിലാക്കി കൊണ്ടുപോകണം. അത് 9-10 പടികളിൽ ഉള്ള ഭാഗത്താണ് വരുന്നത്. അത് ഈ ഭാഗത്തും നമുക്ക് ഈ ചാപ്റ്ററിൽ നമ്മൾ അതിനെക്കുറിച്ച് ഒന്ന് ചിന്തിക്കാം. അപ്പോഴത്തേക്ക് നിങ്ങൾ കുറച്ച് പ്രിപ്പയർ ആയിട്ട് വരും. നിങ്ങൾ ഈ പറഞ്ഞ ഓരോരോ ഭാഗങ്ങളൊക്കെ വായിച്ചിട്ട് വന്നു കഴിഞ്ഞാൽ ചോദ്യങ്ങൾ നമ്മളൊന്ന് വായിക്കാം, അടുത്ത ആഴ്ച വായിക്കാൻ പോകുന്ന ഭാഗത്ത് കുറച്ചൊക്കെ ഒരു സ്റ്റഡി നടത്തിയിട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ പ്രയോജനപ്പെടും. അത് കുഴപ്പമൊന്നുമില്ല, ചോദ്യങ്ങളൊക്കെ വരും. അധികം ചോദിച്ച് തന്നെ കുഴക്കണമെന്നില്ല, പക്ഷെ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ സന്തോഷമായിരിക്കും. താങ്ക് യു വെരി മച്ച്.